എൻ്റെ സാറേ, മലയാളിയുടെ ഗുണം അല്ല ദോഷം സാറ് എന്തോരം നേരോട് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഒരു കാര്യവും എൻ്റെ മരണം വരെ ചെയ്യരുതെന്നാണ് എൻ്റെ ചിന്ത. 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. ആ കാലങ്ങളിലെല്ലാം ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് കരഞ്ഞിട്ടുണ്ട്. ഭ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കളെന്ന് കളിയാക്കി വിളിക്കും. ആകമാനം ഈ പറഞ്ഞ ഞങ്ങളുടെ വീട് ഒരു കരച്ചിലിൻ്റെ വീടായിരുന്നു. എന്നും കരച്ചിൽ. കടിച്ച് ചവച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ വരാം. ഉള്ള കാര്യം പറയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വില വെച്ചോളൂ. ഞാൻ ഒരു സൈക്കിൾ മേടിക്കാൻ കൊതിച്ച മനുഷ്യനാണ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ എംപ്ലോയീസിനെ കൊണ്ടുവരാനും കൊണ്ടുവിടുവാനും എല്ലാമായിട്ട് ഏതാണ്ട് എല്ലാം കൂടെ 100ഓളം വാഹനങ്ങളുണ്ട്. എന്നാൽ എൻ്റെ ശക്തമായും വ്യക്തമായിട്ടുള്ള എൻ്റെ അഭിപ്രായം കേരളം പോലെ വ്യവസായത്തിന് പറ്റിയ മണ്ണില്ലെന്നാണ്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? മൂവാറ്റുപുഴ പോലെ ഒരു അവിടെ ഈ ഒരു അതിനുള്ള പ്രചോദനം അത് പറയുമ്പോൾ എൻ്റെ മുഴുവൻ ജീവിത കഥ പറഞ്ഞാലേ, ചുരുക്കി പറഞ്ഞാലേ അത് വ്യക്തമാകുകയുള്ളൂ. ഞാൻ ജനിച്ചത് കൂത്താർലത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്കുള്ള ഒരു കുഗ്രാമം, വടക്കൻ പാലക്കാട് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് ഓലിക്കൽ കുടുംബമാണ്. അത് ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും അപ്പൻ്റെ അനുജനും എല്ലാം ഭ്രാന്തന്മാരായിരുന്നു, മാനസിക രോഗികളായിരുന്നു. എൻ്റെ അപ്പൻ്റെ സ്വന്തം അനുജനെ ഒരു ചങ്ങലയിട്ട് തൊടലിട്ട് ഒരു മുറി പൂട്ടിയിടപ്പെട്ടിരുന്നു, ഒരു നായെ പൂട്ടിയിടും പോലെ. ആ മുറിയിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തിയിരുന്നു. അവിടെ തന്നെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഞാൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ യാക്കോബായ സഭയിലാണ് ഞാൻ ചേർന്ന് നിൽക്കുന്നത്. അന്നും യാക്കോബായ സഭയിലാണ്, ഇന്നും യാക്കോബായ സഭയിലാണ്. കൃത്യമായി പള്ളിയിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും സൺഡേ ക്ലാസ്സിൽ പഠിക്കുകയും കുർബാന കാണുകയും അങ്ങനെ എല്ലാം ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം ഒരു ചടങ്ങ് പോലെ ചെയ്തിരുന്നത്. ഈ തലമുറകളായി ഭ്രാന്ത് വരുന്നതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു ചിന്ത, ഞങ്ങൾ അങ്ങനെ നാട്ടിൽ നോക്കുമ്പോൾ വേറെ ഒരു സ്ഥലത്തും വേറെ ആർക്കും അങ്ങനെ അയൽവക്കംകാർക്ക് ആർക്കും അങ്ങനെ പ്രശ്നമില്ല, ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് വരുന്നു? അതുകൊണ്ട് എന്നാൽ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവമില്ലെന്നൊരു ചിന്ത എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ അങ്ങനെ രൂപപ്പെട്ടു വന്നു. എൻ്റെ അമ്മയുടെ പാരമ്പര്യം പറഞ്ഞാൽ അമ്മയുടെ അപ്പനും അമ്മയും 7 വയസ്സിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. സാധുവായ എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു കീറത്തുണി, അമ്മ പറയുന്നത് വട്ടത്തുണി എന്നാണ്, ആ കീറത്തുണി എടുത്തുകൊണ്ട് വല്യാമ്മയുടെ കൈ പിടിച്ച് ഓരോ വീടുകളിൽ ഒരു നേരത്തെ ആഹാരം തരണമെന്ന് പറഞ്ഞ് വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ 5 കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ ഞങ്ങളുടെ വീടും അമ്മയുടെ വീടും തമ്മിൽ. അമ്മ വിവാഹത്തിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ചാച്ചൻ, ഞാൻ എൻ്റെ ഫാദറിനെ ചാച്ചൻ എന്ന് വിളിക്കണേ, ചാച്ചൻ കല്യാണം കഴിച്ചു, അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. ചാച്ചൻ നല്ല മനുഷ്യനായിരുന്നു. അന്ന് ചാച്ചന് ഭ്രാന്ത് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് കുറേ അങ്ങ് ദൂരെ ഒരു കുഗ്രാമത്തിൽ അങ്ങ് ഉള്ളിൽ കയറി അവിടെ ഒരു വീടൊക്കെ വെച്ചു. ഒരു 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, മുഴുവൻ പാറക്കെട്ട, വെള്ളമില്ല, വെളിച്ചമില്ല, വഴിയില്ല, 1 കിലോമീറ്റർ നടന്നു വേണം വെള്ളം കൊണ്ടുവരാൻ. അപ്പം അങ്ങനെ ചാച്ചൻ അമ്മയെ വിവാഹം കഴിച്ചു. എൻ്റെ പിതാവ് നല്ല മനുഷ്യനായിരുന്നു, മദ്യപിക്കില്ല, പുകവലിക്കില്ല, വേറെ ഒരു ദുശീലവും ഇല്ല, അമ്മയെ പൊന്നുപോലെ നോക്കിയിരുന്നു. ചാച്ചന് കൂലിപ്പണിയായിരുന്നു. നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കും, ഒരു നിലാവത്ത് ഒരു 5-5:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഞങ്ങളുടെ ആ സ്ഥലത്ത് പാറപ്പുറത്തിങ്ങനെ കാട്ട് കല്ലൊക്കെ വെച്ച് കയ്യാല ഉണ്ടാക്കും, അവിടെ മണ്ണ് കോരിയിടും, എന്നിട്ട് കപ്പ നടും. നേരം വെളുത്തൊരു 7 മണിയാകുമ്പോഴത്തേക്ക് ഓടും കൂലിപ്പണിക്ക് വേണ്ടിയിട്ട്. 3 മണി വരെ കൂലിപ്പണി ചെയ്യും. കൂലിപ്പണി കഴിഞ്ഞ് തിരികെ വന്നാൽ പിന്നെയും അധ്വാനിക്കും. ഞങ്ങളെയൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തിയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരടയ്ക്ക മാത്രമേ കെട്ടെടുത്തുള്ളൂ അയലക്കത്ത് പറമ്പിന്ന്. എന്നെ അടിച്ച് തിരിച്ചവിടെ കൊണ്ട് ഇടിച്ചു. അത്ര നല്ല മനുഷ്യനാണെന്ന്, സ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ ചാച്ചനൊരു സ്വപ്നം, ഒരാഗ്രഹം, വെള്ളവും വെളിച്ചവും വഴിയുള്ളിടത്തൊരു വീട് വയ്ക്കണം. കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ, വർഷങ്ങൾ അധ്വാനിച്ചതെല്ലാം കൂട്ടിവെച്ചു.
ഒരു സ്ഥലം പോയി കണ്ടുപിടിച്ചു. ആ സ്ഥലത്തിന് മുഴുവൻ പൈസയും അഡ്വാൻസ് കൊടുത്തു. ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ചതല്ല. ചാച്ചൻ നല്ല കഠിനാധ്വാനിയായിരുന്നു, കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, ഒരു പൈസ പോലും കളയാതെ എല്ലാം കൂട്ടി വെച്ചു. മദ്യപിക്കില്ല, പുകവലിക്കില്ല, വേറെ യാതൊരു ദുശീലവും ഇല്ലാത്ത മനുഷ്യൻ. പക്ഷെ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചു, ഒരു 23 സെന്റ് സ്ഥലം വീട് വെക്കാനായിട്ട് കണ്ടുപിടിച്ചു. ഈ മുഴുവൻ പൈസ അഡ്വാൻസ് ആയിട്ട് അങ്ങ് കൊടുത്തു, കഷ്ടപ്പെട്ട സമ്പാദിച്ചതല്ല. ഈ മനുഷ്യൻ ഈ സ്ഥലം എഴുതി തരേണ്ടതിന് പകരം ഇങ്ങനെ ഈ പണവും മേടിച്ചിട്ട് മദ്യപിക്കാൻ പോയി. ഈ സ്ഥലം എഴുതി കിട്ടിയില്ല. ഇദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടു എന്നുള്ള വാർത്ത എൻ്റെ പിതാവ് കേൾക്കുന്നത് കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ചാൽ. പെട്ടെന്ന് തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തെ പിന്തുടർന്നു വന്നിരുന്ന പൈശാചികമായ ബന്ധനം, ഭ്രാന്ത് എൻ്റെ പിതാവിനെയും കടന്നു പിടിച്ചു. ചാച്ചൻ അന്ന് വലിയ ബഹളം ഉണ്ടാക്കി, അവനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ കൂടെ പണിതുകൊണ്ടിരുന്ന കൂലിപ്പണിക്കാരും ആ വീടിൻ്റെ ഉടമസ്ഥനോട് ചേർന്ന് ചാച്ചനെ പിടിച്ച് കൈയും കാലും എല്ലാം കയറുകൊണ്ട് കെട്ടി തൃശ്ശൂർ ഭ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കി. പിന്നെ അങ്ങ് ദുരിതങ്ങളുടെ കാലമായിരുന്നു. അമ്മയെ ചാച്ചൻ ഒരിക്കലും കൂലിപ്പണിക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഒരു ദിവസം അവിടെ ട്രീറ്റ്മെൻറ്റ് പലതും ചെയ്തു, ഷോക്ക് അടിപ്പിച്ചു, പലവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, രോഗം മാറുന്നില്ല. ഒരു ദിവസം 12 ഉറക്കഗുളിക കഴിക്കണം, ആരും സഹായിക്കാനില്ല. അമ്മ കൂലിപ്പണിക്ക് പോകാൻ ആരംഭിച്ചു. ഉച്ചവരെ അമ്മ കൂലിപ്പണി ചെയ്യും, ബാക്കി സമയം ആ വീട്ടിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളും എല്ലാം ഞാനതെല്ലാം ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ഒരു മൺചട്ടിക്കകത്താക്കി ഈ വട്ടയിലയോ അല്ലെങ്കിൽ വാഴയുടെ ഇലയോ വെച്ച് മൂടിക്കൊണ്ടുവരും. അതുമാത്രമേ ഞങ്ങൾ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. ആ കാലങ്ങളിലെല്ലാം ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് കരഞ്ഞിട്ടുണ്ട്. വയറ് നിറച്ച് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞാൽ ക്രിസ്മസ്, ഓണം അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം. അങ്ങനെ ദുരിതപൂരിതമായ ഒരു ജീവിതം. അമ്മ എന്നും കരച്ചിലാണ്. അമ്മ പലപ്പോഴും സങ്കടപ്പെട്ട് ഏങ്ങലടിക്കും, എന്നും കൂലിപ്പണിക്ക് പോകും. അമ്മ ഇങ്ങനെ ചാച്ചൻ്റെ ഭ്രാന്തെന്ന് മാറിയാൽ കുടുംബത്തിൻ്റെ സ്ഥിതി മാറുമല്ലോ. പള്ളികളെല്ലാം കയറി ഇറങ്ങി നടന്നു. മണർകാട് പള്ളിയിൽ നടന്നുപോയി നേർച്ച, രാജാക്കളുടെ പള്ളിയിൽ, പുറവത്ത് രാജാക്കളുടെ പള്ളിയിൽ നേർച്ച, കടമറ്റം പള്ളിയിൽ നേർച്ച, എന്തിനു പറയണു മുതലക്കുളം പള്ളിയിൽ മുത്തുക്കൊട, കഞ്ഞിക്ക് മാർഗം ഇല്ലെങ്കിലും അതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങി നടന്നു. അവസാനം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഞാനതെല്ലാം ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ഒരു കുഞ്ഞപ്പൻ പണിക്കെന്ന് പറഞ്ഞൊരു മരയാശാരി, ഒരു കാർപ്പൻ്ററെ കൊണ്ടുവന്ന് വീട്ടിൽ മന്ത്രവാദം ചെയ്തു ഭ്രാന്ത് മാറാൻ. അതോടുകൂടി അമ്മയ്ക്ക് മനസ്സിലായി ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതിലേറെ സങ്കടകരമായ കാര്യം, ഞങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിക്കുന്ന കേട്ടാൽ മതി, ഞങ്ങൾ 3 മക്കളാണ്, ആൺമക്കൾ മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ ചാച്ചനങ്ങ് വരും, ഒരു പാമ്പിനെ തല്ലിക്കൊള്ളുന്ന വടിയുണ്ട്, അതുകൊണ്ട് അമ്മയുടെ കൈക്കിട്ട് 2-3 അടിയൊക്കെ അടിക്കും. ഒന്നും വേണ്ടില്ല എൻ്റെ അമ്മ. ഒരിക്കലും എനിക്ക് മറക്കാനാവാത്ത സംഭവമാണ്. ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു പുളിമരമുണ്ട്. ഞങ്ങളൊന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ, മക്കൾ ബഹളം വെച്ച് കഴിഞ്ഞാൽ അമ്മയോട് പറയും കൈ കെട്ടി പിടിക്കടി എന്ന് പറയും. ആക്രോശിച്ചുകൊണ്ട് ആ പുളിയുടെ വടി വലിച്ചു ഊരിക്കൊണ്ട് വന്നിച്ച് ഒരു കാര്യം ഉണ്ടായിട്ടല്ല. പാവ അമ്മ ഒന്നും വേണ്ടില്ല, ഒരക്ഷരം. ഒന്നും അമ്മയ്ക്ക് ആരുമില്ല, അനാഥയല്ലേ. അമ്മ ഇങ്ങനെ കൈ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും, ചാച്ചൻ ഇങ്ങനെ പുറകിൽ 4-5 അടിയെല്ലാം അടിക്കും. എൻ്റെ അമ്മയ്ക്ക് നീനയും പച്ചെന്നുള്ള ഒറ്റയ്ക്കൊരു കയ്യിൽ കൊണ്ടുപോകും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചാച്ചൻ പുറത്തേക്ക് പോകും, ബഹളമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അമ്മ ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് ഈ ചോരയും തുണി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണിച്ചു തരും. അമ്മ ചങ്കിലിട്ടിടിച്ച് കരയും. ഞാനും എൻ്റെ ചേട്ടനും അനുജനും അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന കാര്യം. ആകമാനമായി പറഞ്ഞ ഞങ്ങളുടെ വീടൊരു കരച്ചിലിൻ്റെ വീടായിരുന്നു, എന്നും കരച്ചിൽ. ആ കാലങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഒരിക്കലും ഞാൻ പലപ്പോഴും ഇന്നും അതെല്ലാം ഓർത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കി അവിടെ എവിടെ നിന്നെല്ലാമാണ് ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടുവന്നെന്ന് ഓർത്തെല്ലാം ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സ് കരളിതമാകാറുണ്ട്. അങ്ങനെയൊക്കെ വന്നു. അമ്മ ഓർത്തു 3 തലമുറ ഭ്രാന്ത് വന്നേക്കുമല്ലേ ഞങ്ങൾക്കും വരുമെന്ന്. അമ്മ കരുതി മരിച്ചേക്കാം. 3 പ്രാവശ്യം അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ കാലങ്ങളിൽ അമ്മ പറഞ്ഞിരുന്നത് മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവം എന്നാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അമ്മ കടുത്ത നിരാശ, സങ്കടം, കഞ്ഞി കുടിക്കാൻ മാർഗമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു അത്ഭുതം നടന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പ്രാർത്ഥനായോഗത്തിന് പോണ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വല്ലപ്പോഴും അമ്മ കൂലിപ്പണിക്ക് പോകാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞു, ഏലിയാമ്മ എന്ന പേര്,
ഏലിയാമ്മ ഒന്ന് പ്രാർത്ഥനയോധന വരുമോ? അമ്മ ഉടുത്തോണ്ട് പോകാൻ തുണിയില്ല, വെള്ളം കൊണ്ടില്ല. താഴത്തെ വീട്ടിൽ മറിയാമ്മ ചേച്ചിയുടെ ഒരു വെള്ളം കൊണ്ട് വായ്പ മേടിച്ച്, ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ ഒരു മഞ്ഞ നിറമൊക്കെ പിടിച്ച് കീറിയൊരു ചട്ടയിട്ടുകൊണ്ട് ഒരു ചരടിൽ താലി ഇങ്ങനെ പുറത്ത് ഇട്ട് എന്നും കരച്ചിൽ, മുഖമൊക്കെ വാടി സങ്കടപ്പെട്ട് ആദ്യമായിട്ട് ആ പ്രാർത്ഥനയോധന പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്, അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം. ഞാൻ ചോദിച്ചു, അമ്മ എന്നെ പറ്റി? എൻ്റെ മനസ്സിൽ ദൈവം ഇല്ലെന്നുള്ള ചിന്തയല്ലേ? അമ്മ പറഞ്ഞു, എൻ്റെ മോനെ, ഞാനവിടെ പുസ്തകം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഒട്ടും വിദ്യാഭ്യാസം ഇല്ല, സ്കൂളിൽ 3-4 ദിവസം പോയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അമ്മ മരിച്ചു, അപ്പനും മരിച്ചു, പോകാൻ പറ്റിയില്ല. അമ്മ ഇങ്ങനെ പുസ്തകം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ പ്രസംഗം ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും നിരാശപ്പെട്ടു വന്നിട്ടുണ്ടോ? ആ പ്രസംഗം ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സമാധാനമില്ലാതെ വന്നിട്ടുണ്ടോ? സമാധാനം തരാൻ ഒരു നല്ല ദൈവം ജീവിക്കുന്നുണ്ട്, നിങ്ങൾ യേശുവിനെ വിളിക്കൂ, യേശു സമാധാനം തരുമെന്ന്. അമ്മ ദൈവം ഉണ്ടോ ഇല്ലെന്ന് തന്നെ വിചാരിച്ചല്ലേ പോണേ. പക്ഷെ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് സങ്കടപ്പെട്ട് ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ യേശുവെ, എനിക്കൊരിറ്റ സമാധാനം തരണേന്ന്. അമ്മ തിരികെ വന്നപ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം. എന്നാലും എനിക്ക് ദൈവവിശ്വാസമൊന്നുമില്ല. പക്ഷെ മറ്റൊരു അത്ഭുതം നടന്നു. ഈ ദിവസവും 12 ഉറക്കം ഒഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ പിതാവിൻ്റെ രോഗം മാറാൻ എവിടെയെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ വേറെ ആരും പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു പാസ്റ്ററോ ഒരു ബിഷപ്പോ ഒരു പുരോഹിതനോ. പക്ഷെ എൻ്റെ അമ്മ, അന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും മാറിയിട്ടില്ല, കഞ്ഞി കുടിക്കാൻ മാർഗമൊന്നുമില്ല. അമ്മ ഒരു കീറപ്പായിലിരുന്ന് എന്നും ബൈബിൾ വായിക്കും, അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. സത്യമായിട്ട് ഞാൻ പറയട്ടെ, അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നേക്കുമായിട്ട് എൻ്റെ പിതാവിൻ്റെ രോഗം മാറി. 12 ഉറക്കം ഒഴിച്ചിരുന്ന എൻ്റെ പിതാവ് കഴിഞ്ഞ 44 വർഷമായിട്ട് ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല. ഈ പിതാവിൻ്റെ രോഗം മാറിയതോടെ എനിക്കൊരു വിശ്വാസം ദൈവം ഉണ്ടെന്ന്. ഞാൻ ആ കാലങ്ങളിൽ കടുത്ത നിരാശയിലായിരുന്നു. നാട്ടിലെ ഞങ്ങളെ വിളിക്കുന്നത്, എൻ്റെ പേര് ജോൺ കുര്യാക്കോസ് എന്നാണല്ലോ, പിതാവിൻ്റെ പേര് കുര്യാക്കോസ്. പ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കളെന്ന് കളിയാക്കി വിളിക്കും. കുര്യാക്കോൻ്റെ മക്കൾ, പ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കൾ. എന്നാ സങ്കടമായിരുന്നറിയോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇപ്പോഴും ഞാനതെല്ലാം കണ്ടോണ്ട് പറയണേ മനസ്സിൽ, ആ സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഞങ്ങളുടെ കുരിശുപള്ളി. അവിടെ ഒരു കീറിയ തോർത്തൊക്കെ കൊടുത്ത് താടി രോമങ്ങളെല്ലാം ഇങ്ങനെ നീട്ടി തുപ്പിലൊക്കെ ഒലിപ്പിച്ച് അവിടെ വന്നിരിക്കും എൻ്റെ പിതാവ്. അന്ന് ഞങ്ങൾക്ക് ചോറ് കൊണ്ടുപോകാൻ മാർഗ്ഗമില്ല. ഉപ്പുമാവ് കിട്ടും ഉച്ചയ്ക്ക്. അതിനൊരു ഒരു ഒരു ചളുങ്ങിയ ചോറ്റുപാത്രം, ഇറ്റാലിയൻ ചോറ്റുപാത്രം ഉണ്ട്, ചേട്ടൻ ഉപയോഗിച്ചിട്ടുണ്ട് ചോറ്റുപാത്രം. ഞാൻ അതുകൊണ്ട് ഈ ഉപ്പുമാവ് മേടിക്കാൻ പോകുമ്പോൾ എൻ്റെ ചാച്ചൻ അവിടെ വന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കും. പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഈ ജനലൊക്കെ ഇങ്ങനെ തടിയുടെ ജനൽ, അതിൻ്റെ ഇടയ്ക്കോടെ നോക്കിയാൽ അറിയാം കുരിശുപള്ളി നേരെ എതിർവശത്താണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ. അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുപോലുമില്ല. കാരണം എല്ലാവരും കളിയാക്കി പ്രാന്തൻ്റെ മകനെന്ന് വിളിക്കുമ്പോൾ അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. എന്നും താഴേക്ക് നോക്കി മാത്രമാണ് ഞാൻ നടന്നത്. അപകർഷതാബോധം കൊണ്ട് വലഞ്ഞുപോയ മനുഷ്യനായിരുന്നു ഞാൻ. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു ശോഭനമായ ഭാവി ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പഠിക്കാനാണെങ്കിൽ ഞാൻ ഒരു മണ്ടനായിരുന്നു. കഷ്ടപ്പെട്ട് പഠിക്കും. 5:30 മണിയാകുമ്പോൾ എഴുന്നേറ്റ്, കറണ്ടൊന്നുമില്ല, ഇലക്ട്രിസിറ്റി കണക്ഷനൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമാണ് എനിക്ക് SLC പാസ്സായതിനു ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയത്. ഞാൻ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ എല്ലാം ഇരുന്ന് കാണാതെ പഠിക്കും. പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ എല്ലാം മറന്നുപോകും. കണക്കിന് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ 50-ൽ 7 SSLCക്ക്. എൻ്റെ ഭാസ്കരൻ സാറ് കണക്കിന് നല്ല സാറായിരുന്നു. കഷ്ടപ്പെട്ട് സാറ് പരമാവധി അധ്വാനിച്ച് പഠിപ്പിക്കും. ബോർഡിലെല്ലാം എഴുതാൻ പറഞ്ഞ് ചോക്കൊക്കെ തരും. ഞാനവിടെ പോയി ചുമ്മാ ചോക്കും പിടിച്ചോണ്ടിരിക്കും. അദ്ദേഹം തലക്കെട്ടൊരു കുത്ത് വന്നിട്ട് അവിടെ പറയും, എടാ പൊട്ട അവിടെ പോയിരുന്നോളാൻ പറയും. പലപ്പോഴും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡസ്റ്റർ വെച്ചെറിയും സാറ്. നല്ല സാറായിരുന്നു കേട്ടോ. കാരണം പരമാവധി സാർ ഉത്സാഹിക്കുമായിരുന്നു, എല്ലാവരും പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ എന്നോട് പറയും, എടോ മനുഷ്യ അധമ അവിടെ ഇരുന്നോളാൻ പറയും. ഞാൻ അപ്പം അന്നേരം എനിക്ക് സങ്കടം തോന്നും. പക്ഷെ ഒരിക്കലും സാറിനോട് ദേഷ്യം തോന്നിയിട്ടില്ല എനിക്ക്. ഞാനിങ്ങനെ ഒരു ബുദ്ധിയില്ലാത്തവരെ ജനിച്ചു പോയല്ലോ. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ചിന്ത. വീട്ടിലേക്ക് നടന്നു പോരാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 6-7 കിലോമീറ്റർ ദൂരമുണ്ട്. എല്ലാവരും ബസ്സിലാണ് പോണേ. 10 പൈസ മതി വണ്ടി കൂലിക്ക്. 10 പൈസ എനിക്ക് ആരുമില്ല. ഞാൻ അവിടെ നിന്ന് നടന്ന് തന്നെ ഇങ്ങനെ
പോരുമ്പോൾ, ഏകനായിട്ട് ഞാൻ നടന്നു പോരുമ്പോൾ, എന്നാലും സാറിനെ പൊട്ടണമെന്ന് വിളിച്ചല്ലോ, ഞാനിങ്ങനെ ഒരു പൊട്ടനായിപ്പോയല്ലോ, ഈ ബുദ്ധിയില്ലാണ്ടായിപ്പോയല്ലോ, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലല്ലോ. അങ്ങനെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഏങ്ങലടിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആരും കാണാതെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ആരും കാണരുതെന്ന് ഓർത്ത് അങ്ങനെയൊക്കെ നടന്നു വന്ന വഴികളെല്ലാം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ ദൈവം ഇല്ലെന്നുള്ള ചിന്തയായിരുന്നു. എന്നാൽ ഇന്നെനിക്കറിയാം, ഞാൻ കരഞ്ഞുകൊണ്ട് നടന്നപ്പോൾ എൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടക്കുന്നൊരു ദൈവം ഉണ്ടായിരുന്നു. കരയുന്നവരുടെ കണ്ണുനീര് കാണുന്നവനാണല്ലോ ദൈവം. ഞാൻ കടുത്ത നിരാശയിലായി. അന്ന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടെങ്കിൽ നിർമ്മല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. 360, 600. എനിക്കാകെ 251 ഉള്ളൂ. ഞാൻ ആപ്ലിക്കേഷൻ ഫോം പോലും മേടിച്ചില്ല. പ്രൈവറ്റ് പഠിക്കണമെങ്കിൽ ഇന്ന് 15 രൂപയാണ്. ഒരു മാസം 15 രൂപയ്ക്ക് പോയിട്ട് 15 പൈസ പോലും തരാൻ ആരുമില്ല. പക്ഷേ ഈ ഫാദറിൻ്റെ രോഗം മാറിയപ്പോൾ എനിക്കൊരു വിശ്വാസം, ദൈവം ഉണ്ട്. പക്ഷെ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് വരും, ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിൽ. പക്ഷേ ഞാൻ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഒരു മലയിൽ റബ്ബർ തോട്ടത്തിൽ ആട് തീറ്റാൻ പോകും. അവിടെ ഒരു കാട്ടുവല്ലിയുണ്ട്. അതിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഞാൻ ഓർക്കും, ദൈവമില്ല, ദൈവം ഉണ്ടെങ്കിൽ തന്നെ ദൈവം ദുഷ്ടനാണ്. ഇങ്ങനെ ഉരുണ്ടുരുണ്ടങ്ങ് പോയി താഴെ പോയി ഒരു പാറക്കല്ലോ കഷ്ണമൊക്കെ കിടപ്പുണ്ട്, അതിലങ്ങനെ തലയിടിച്ചങ്ങ് മരിച്ചിരുന്നെങ്കിൽ. അതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അത്ഭുതം നടന്നു. എൻ്റെ അമ്മ പല പ്രാവശ്യം എന്നെ വിളിച്ചു, എൻ്റെ മോനൊന്ന് പ്രാർത്ഥനായോഗത്തിന് വരൂ. ചാച്ചൻ്റെ ഭ്രാന്ത് മാറിയതുകൊണ്ടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥനയ്ക്കൊന്നും പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പള്ളിയിൽ കൃത്യമായിട്ട് പോവുകയും ചെയ്യുമായിരുന്നു. അമ്മ നിർബന്ധിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് പ്രാർത്ഥനായോഗത്തിന് പോയി. അങ്ങോട്ട് പോയത് വണ്ടിക്കൂലിയൊക്കെ വേറൊരാളാണ് കൊടുത്തത്, വീടിൻ്റെ അടുത്തുള്ള. ഞാനവിടെ ചെന്ന് ഈ പ്രാർത്ഥനായോഗത്തിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസംഗകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും നിരാശപ്പെട്ടു വന്നിട്ടുണ്ടോ? നിരാശ മാറ്റുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ജീവിതം ദൈവത്തിനായി സമർപ്പിക്കൂ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, ദൈവത്തിനായി സമർപ്പിക്കുക. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മനസ്സറിഞ്ഞ ജീവിതത്തിൽ ഒരു പാപം വരികയില്ല എന്ന് വ്യക്തമായി തീരുമാനമെടുക്കൂ. ഞാനിപ്പോൾ ഓർത്ത്, ഞാൻ എന്ത് പാപം ചെയ്തേക്കണേ? ഞാൻ ഒരു സിനിമ കണ്ടിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, താഴേക്ക് നോക്കി നടന്നുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ കാര്യം നോക്കാൻ പോലും അതിനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ല. കടുത്ത നിരാശ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണല്ലോ. പക്ഷെ അദ്ദേഹം തുടർന്ന് പറഞ്ഞു, നിങ്ങൾ പുറമേ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ പാപമില്ലേ, നിങ്ങൾക്ക് വാശിയില്ലേ, വൈരാഗ്യമില്ലേ, പകയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് മലബാറിൽ വയനാട്ടിലൊരു കുഞ്ഞമ്മയുണ്ട്, ആൻറ്റി. ആ ആൻറ്റി വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മാത്രം വരില്ല, അതിലൊക്കെ എല്ലാ സ്വന്തക്കാരുടെ വീട്ടിലും പോകും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത, ഞങ്ങളെല്ലാവരും തഴഞ്ഞേക്കുക. അതുകൊണ്ട് പഠിച്ച് വളർന്ന് ഉയർന്നു വരുമ്പോൾ എല്ലാവരോടും പകരം വീട്ടണം എന്നുള്ള ചിന്ത. ഞാൻ ചുരുക്കി പറയാം, ഞാൻ അന്ന് വ്യക്തമായി ഈ പ്രസംഗം ഇങ്ങനെ പറഞ്ഞു, ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുകയാണ്. അന്ന് ഞാൻ എൻ്റെ ജീവിതം എന്നേക്കുമായി ക്രിസ്തുവിന് സമർപ്പിക്കാനിടയായി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അത്ഭുതങ്ങൾ തന്നെയായിരുന്നു. എൻ്റെ പിതാവിനോട് പറഞ്ഞു, പഠിപ്പിക്കാൻ പെടാൻ മാർഗ്ഗമില്ല, നീ റബ്ബർ വെട്ട് പഠിച്ചോളൂ. ഞാൻ റബ്ബർ വെട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ചു. ഞാൻ റബ്ബർ വെട്ടിക്കൊണ്ട് എടുക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു മണ്ണിട്ട റോഡുണ്ട്, അതിൽ അവർ 6-7 പേരിങ്ങനെ നടന്നു പോകണ കാണുമ്പോൾ എനിക്ക് സങ്കടം. ഞാനൊരു തോർത്തുകൊണ്ട് എടുത്ത് ഒരു തോർത്തുകൊണ്ട് തലയൊക്കെട്ടൊക്കെ കെട്ടി, അങ്ങനെയാണല്ലോ റബ്ബർ വെട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഈ റബ്ബർ മരത്തിൽ ചായ വീഴുന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയും. എൻ്റെ ദൈവമേ, എൻ്റെ കാര്യം ഇങ്ങനെ ആയല്ലോ. എൻ്റെ ദൈവമേ, എനിക്കൊരു ജോലി തരുമോ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. എനിക്ക് അങ്ങനെയാണ് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർ ഊണ് കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകിക്കുക. എൻ്റെ യജമാനൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ പാത്രം കഴുകിക്കാൻ, ഊണ് കഴിച്ച പാത്രം. പക്ഷെ അതൊക്കെ എനിക്ക് ഒരു പ്രയാസവും തോന്നിയിട്ടില്ല ഒരിക്കലും. പിന്നെ പേഷ്യൻസ് തുപ്പിയിട്ടിരിക്കുന്ന കോട്ടൺ, ചോര ബ്ലഡുള്ള ഈ കോട്ടണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുക, പ്ലാസ്റ്റർ ഓഫ് പാരീസ് സൈക്കിളിൽ എടുത്തുകൊണ്ട് വരിക, ഇതൊക്കെയായിരുന്നു ജോലി. എനിക്ക് ജോലി കിട്ടിയപ്പോൾ സ്വർഗം കിട്ടിയ പ്രതീതിയാണ്. ഞാൻ 8 മുതൽ 5:30 വരെയാണ് വർക്കിംഗ് ടൈം. ഞാൻ 6:30 മണിയാകുമ്പോൾ പോയി എല്ലാ ജോലിയും നേരത്തെ തീർക്കും, തുടക്കൽ എല്ലാം അങ്ങനെയുള്ള പരിപാടികളെല്ലാം. ഒരു പക്ഷേ എൻ്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കും എൻ്റെ പഴയ യജമാനൻ ഡോക്ടർ റെജി മാത്യു, അദ്ദേഹം എന്നെ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. എടുത്തു കഴുകുന്ന പല്ല്. ആ കാലങ്ങളിലെല്ലാം പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ പല്ല് പറിച്ചു കളയുക, പകരം പല്ല് വയ്ക്കുക, എടുത്തു കഴുകുന്ന പല്ല് വയ്ക്കുക. അതല്ലെങ്കിൽ അത്യാവശ്യം പണമുള്ളവർ
ഈ അമാൽഗം എന്ന് പറയും, ഈ ഈയം പോലെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്, വെള്ളി കളറുള്ള, അത് അടയ്ക്കുക, അന്ന് അതേ നിവൃത്തിയുള്ളൂ. എന്നാൽ ആ കാലങ്ങളിൽ ഇന്ത്യയിലാകെ 2 ഡെന്റൽ ലാബേ ഉള്ളൂ. ഒന്ന് നോർത്ത് ഇന്ത്യയിലും ഒന്ന് സൗത്ത് ഇന്ത്യയിലും. അവിടെ ഈ ഫിക്സ് ചെയ്ത് വെക്കുന്ന പല്ല്, അപ്പുറത്തെയും പല്ല് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കി 2 മില്ലിമീറ്റർ ഇനാമൽ കളഞ്ഞിട്ട് നടുക്ക് പല്ല് വെക്കുന്ന രീതി, അതാണ് ബ്രിഡ്ജിങ്. അത് ഫിക്സ് ചെയ്ത് വെക്കാം. ഡെന്റൽ സിമെന്റ് ഉപയോഗിച്ച് ഈ ക്രൗണിനകത്ത് സിമെന്റ് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് വെക്കാം. നാച്ചുറൽ പല്ല് പോലെ ഇരിക്കും ഓൾമോസ്റ്റ്. പിന്നെ പൊട്ടിപ്പോകുന്ന പല്ലിന് മെറ്റലിന്റെ ക്യാപ്പ് ഇടും. ഈ ഫ്രണ്ടിലുള്ള പല്ലിന് ആകെ അക്കർലിക്ക് പ്ലാസ്റ്റിക് കൊണ്ട് കവറിങ് കൊടുക്കും, അകത്ത് മെറ്റല്, പുറമെ ഒരു കവറിങ് കൊടുക്കും. പക്ഷെ അത് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പകുതി പോലും പേഷ്യൻ്റെ വായിലിറങ്ങില്ല. ഡോക്ടർ ഇങ്ങനെ മണിക്കൂറുകൾ ഗ്രൈൻഡ് ചെയ്യും. ഇത് ഫിറ്റാവേണ്ട പേഷ്യൻ്റെ മൗത്തിൽ. ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ. ഫിറ്റാവില്ല, ഇത് പേഷ്യൻ്റെ മുഖത്തിൽ ഫിറ്റാവില്ല. ഡോക്ടർ ഇങ്ങനെ മണിക്കൂറുകൾ ഗ്രൈൻഡ് ചെയ്യും. ഒരു ബൗളിനകത്ത് വെള്ളമൊക്കെ വെച്ചേക്കും, കൈ പൊള്ളുമ്പോൾ ഇങ്ങനെ മുക്കും. പേഷ്യൻസ് ആണെങ്കിൽ വായി തുറന്ന് കുറേ നേരം ഇരിക്കണം. അപ്പോൾ എനിക്കന്ന് അറിയില്ല ഇത് ടെമ്പറോമാൻഡിബുലർ ജോയിൻ്റ് ആണെന്ന്. ഈ ജോയിൻ്റ് പേരൊന്നും എനിക്കറിയില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ പേഷ്യൻ്റ് വേദന എടുക്കും. വായ ഇത്രയും നേരം തുറന്നിരുന്നാലാ. ചിലപ്പോൾ ഡോക്ടർ ഉച്ചയ്ക്ക് ഊണ് പോലും കഴിക്കില്ല, സങ്കടം മൂലം. ചിലപ്പോൾ പറയും ഞാൻ നീ വർക്ക് ചെയ്യണില്ല ജോണേന്ന് പറയും. എന്താണെങ്കിലും എൻ്റെ മനസ്സിലൊരു ചിന്ത, വല്ലപ്പോഴും ഇത് ചെയ്യുന്നത് ഫിറ്റ് ആവണുണ്ടല്ലോ. ചെയ്തു വരുമ്പോൾ വല്ലപ്പോഴൊക്കെ ഇത് പ്രോപ്പറായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്, ചിലതെല്ലാം ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു കാലത്തൊരു ഡെന്റൽ ലാബ് തുറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ. ഞാൻ പക്ഷെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒരു ഡെന്റൽ ലാബ് തുടങ്ങണമെങ്കിൽ മിനിമം 20 ലക്ഷം രൂപ വേണം. എനിക്ക് മാസം 250 രൂപ ശമ്പളം. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. ഇത് 82, 83 കാലഘട്ടങ്ങളിൽ, 83 കാലഘട്ടങ്ങളിൽ. പക്ഷെ എങ്ങനെ തുടങ്ങാൻ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമാണ്. 20 ലക്ഷം രൂപ ഒരു വർഷം മുഴുവൻ ഞാൻ ജോലി ചെയ്താൽ 3000 രൂപ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ തളർന്നില്ല. ആ കാലത്ത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, ഞാൻ തികഞ്ഞ വിശ്വാസിയായല്ലോ, ദൈവവിശ്വാസിയായി. ഞാൻ നിരന്തരം ബൈബിൾ വായിക്കും, ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കും, സുവിശേഷ പ്രസംഗങ്ങളും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി അപ്പം തന്നെ കിട്ടുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു മനസ്സിലൊരു സ്വപ്നം, എങ്ങനെയൊരു ഡെന്റൽ ലാബ് തുടങ്ങണം. ഒരിക്കലും ഞാൻ ആ കാലത്ത് പണം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഉയർന്നു വരുന്നൊന്നും എൻ്റെ മനസ്സിൽ പോലും ചിന്തയില്ല. പക്ഷെ ഇതിന് പണം വേണ്ടേ, മൂലധനം വേണ്ടേ, എങ്ങനെ ഉണ്ടാക്കാൻ? പക്ഷെ ആ കാലങ്ങളിൽ എൻ്റെ യജമാനൻ എന്നെ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ റെജി മാത്യു. ഞാൻ ഓർത്തു കഷ്ടപ്പെട്ട് അധ്വാനിക്കാം. അന്ന് ഒരു ഡെഞ്ചർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് 50 രൂപ കിട്ടും. ഞാൻ രാത്രി മുഴുവൻ ജോലി ചെയ്യാൻ പോകും. എൻ്റെ മാതൃസ്ഥാപനത്തിൽ പകൽ ജോലി ചെയ്യും, രാത്രി മുഴുവൻ അങ്ങ് മൂലമറ്റം മുതൽ മൂവാറ്റുപുഴയുള്ള ക്ലിനിക്കുകളിലെല്ലാം രാത്രി ജോലി ചെയ്യും. നിങ്ങൾ കേട്ടാൽ ഒരു പക്ഷേ അത്ഭുതപ്പെടും. 1 മണിക്കൂറും 2 മണിക്കൂറും, ഞായറാഴ്ച മാത്രം 3 മണിക്കൂർ ഉറങ്ങിയതായ അനേകം ദിവസങ്ങളുണ്ട് ജീവിതത്തിൽ. APJ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലൊരു സ്വപ്നം ഉറക്കം കെടുത്തുന്നതാണെന്ന് പറയുന്നത് വളരെ വാസ്തവമുള്ള കാര്യമാണ്. എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട മാതിരി എങ്ങനെ ഒരു ഡെന്റൽ ലാബ് തുറക്കണം എന്നുള്ള ഒരാഗ്രഹം. രാവുമില്ലാതെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. 5.25 വർഷം ഏതാണ്ട് 4.25 ലക്ഷം രൂപയോട് സമ്പാദിച്ചു. ഒറ്റ പൈസ പോലും കളഞ്ഞിട്ടില്ല. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു കാര്യവും ചെയ്യില്ല, ഒരു പൈസ പോലും കളയില്ല. ആകെ ഞാൻ ചിലവാക്കിയെന്ന് പറയാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു സാരി ബ്ലൗസും മേടിച്ചു കൊടുത്തു. 3 മാസത്തെ പൈസ കൂട്ടി വെച്ച് 250 രൂപയുള്ള ശമ്പളം, 750 രൂപ കൊടുത്തു. അന്ന് 1 പവന് 750 രൂപ. എൻ്റെ അമ്മയ്ക്ക് 1 പവൻ്റെ ഒരു മാല മേടിച്ചു കൊടുത്തു, സ്വർണ്ണമാല. എൻ്റെ ഫാദറിന് ഒരു HMT വാച്ചും ഒരു ഡബിൾ മുണ്ടും ഷർട്ടും മേടിച്ചു കൊടുത്തു. വേറെ ഒന്നും കളഞ്ഞിട്ടില്ല, എല്ലാം കൂട്ടി വെച്ചു. 5.25 വർഷം കൊണ്ട് 4.25 ലക്ഷം രൂപ സമ്പാദിച്ചു. 25,000 രൂപ ഒരു ബ്ലേഡ് ബാങ്കിൽ നിന്ന് 36% പലിശയ്ക്ക് കടമെടുത്തു. 15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ലോൺ എടുക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിലും സർവേ നമ്പറൊക്കെ തെറ്റിക്കിടക്കുമായിരുന്നു. ഞാൻ തളർന്നില്ല. ഞാൻ അയൽവക്കത്തുള്ള
എൻ്റെ അമ്മയ്ക്ക് പ്രാർത്ഥനായോഗത്തിന് പോകാനായിട്ട് മുണ്ട് കൊടുത്തു മറിയാമ്മ ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന് എടുത്തു തന്നു, ചേട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥാപനം തുടങ്ങാനായിട്ട് കൊളാട്രൽ സെക്യൂരിറ്റി വെക്കാൻ വേണ്ടി സ്ഥലം തരണമെന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നവരായതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളെ വിശ്വാസമായതുകൊണ്ട് സ്ഥലം തന്നു. അങ്ങനെയാണ് 88-ൽ 20 ലക്ഷം രൂപ മുതൽ മുടക്കോടുകൂടി 6 ജോലിക്കാരെ വെച്ച് 290 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഡെൻകെയർ ആരംഭിക്കുന്നത്. നമ്മുടെ ഡെൻകെയർ എന്ന സ്ഥാപനം, അതെ. നമുക്കിവിടെ ചെറിയ ചെറിയ കുറെ സ്ഥാപനങ്ങളുണ്ട് ഈ പല്ലിന്റെ എന്താണ് ഡെൻകെയറിനെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്? ഡെൻകെയറിനെ സംബന്ധിച്ച് ഡെൻകെയറിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം ഏറ്റവും ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗുണമേന്മയുള്ള റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ലോകത്ത് എവിടെയുണ്ടെങ്കിലും അത് തേടിപ്പിടിച്ച് കൊണ്ടുവരും. അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 95% റോ മെറ്റീരിയൽസും വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. മറ്റു പലരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഒരു കാര്യവും എൻ്റെ മരണം വരെ ചെയ്യരുതെന്നാണ് എൻ്റെ ചിന്ത. ശരിയാണ്, മാർക്കറ്റിൽ നോക്കിയാൽ നമ്മൾ 25% പൈസ കൂടുതലാണ്, പക്ഷേ ഞങ്ങൾക്ക് ചെയ്താൽ തീരാത്ത മാതിരി വർക്ക് ദൈവത്തിൻ്റെ കരുണ. മറ്റൊരു കാര്യം ഞാൻ ഞങ്ങളുടെ എംപ്ലോയീസിനോട് എപ്പോഴും പറയാറുള്ളത്, ഏത് കാര്യം ചെയ്യുമ്പോൾ, ഏതൊരു ജോലി, ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ, ദൈവത്തിന് ചെയ്യുമ്പോൾ ചെയ്യുക. നമ്മളൊരു കാര്യം ദൈവത്തിന് ചെയ്തു കൊടുക്കുകയാണ്, ദൈവത്തിന് പല്ലുണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് പിന്നെ വേറെ നമ്മൾ രണ്ടാമതോടെ ചിന്തിക്കുമോ? ഇനി അതിലപ്പുറം നന്നായിട്ട് ചെയ്യണം എന്നുള്ള ചിന്ത വരുമോ? പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഏത് കാര്യവും നമ്മൾ ചിന്തിച്ചു നോക്കി. ദൈവത്തിനൊരു നൈറ്റി തയ്ച്ചു കൊടുക്കുന്നു, ദൈവത്തിനൊരു ഷർട്ട് തയ്ച്ചു കൊടുക്കുന്നു. ദൈവത്തിന് നൈറ്റി വേണമെന്നോ ഷർട്ട് വേണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കി. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിനകത്ത് ഇനി ഒറ്റ പാളിച്ചയും വരരുതെന്ന് ആ ഒരു ചിന്തയോടുകൂടി ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും പാളിച്ച വരില്ലെന്നല്ല. പിന്നെ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സ്ഥാപനം എല്ലാ രീതിയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡും ഏറ്റവും ഇന്ന് ലോകത്ത് കിട്ടാവുന്ന എല്ലാ ടെക്നോളജിയും നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരും. അത് ലോകത്തെവിടെയെങ്കിലും ഡെന്റിസ്ട്രിയിൽ ഏത് ടെക്നോളജി വന്നാലും അത് ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നു ഇന്ത്യയിൽ നമ്മുടെ സ്ഥാപനത്തിലായിരിക്കും. ലോകത്തെവിടെ വന്നാലും. 14 വർഷം ഒരു ജർമ്മൻ ടെക്നീഷ്യൻ നമ്മുടെ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്ത് ഇവിടെ വരുമ്പോൾ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ ലേസർ സിൻഡറിങ് മെഷീൻ കണ്ട്, ഏതാണ്ട് 5 കോടി രൂപയോളം വിലയുള്ള ആ മെഷീൻ കണ്ട്. അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളനോട്ടും നല്ല നോട്ടും പോലെയോ, അഥവാ കോയിൻ ഉരുക്കി പല്ലുണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട്, ഇന്ത്യയിൽ ആകമാനമുണ്ട്. വെറും കോയിൻ ഉരുക്കിയിട്ട് പല്ലുണ്ടാക്കുന്നു. വെറും കോയിൻ, നമ്മുടെ കോയിനില്ലേ, നമ്മുടെ നാണയം, ആ നാണയം ഉരുക്കി പല്ലുണ്ടാക്കുന്നു ചിലരെല്ലാം. അതും നോക്കുമ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ മെറ്റലിൻ്റെ ക്യാപ്പ് അത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. ഏതാണ്ട് നാളെ കഴിയുമ്പോൾ അറിയാം. അതെല്ലാം തുരുമ്പെടുക്കാകും, തുരുമ്പ് മാതിരി എടുക്കും, അതൊക്കെ എല്ലാം. അത് തന്നെയല്ല ഒരിക്കലും മനുഷ്യ ശരീരത്തിന് നല്ലതല്ലല്ലോ. ഇനി ഈവൻ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സംവിധാനമാണ് അലൈനർ. ഞങ്ങളുടെ ഡെൻകെയർ ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം, അതായത് നേരത്തെയൊക്കെ നമ്മൾ പല്ല് പൊങ്ങിയതാണെങ്കിൽ അല്ലെങ്കിൽ പല്ലിൻ്റെ നിര തെറ്റിയില്ല, ഇപ്പോൾ സാറിൻ്റെയൊക്കെ പോലെ അങ്ങനെയുള്ളത് എപ്പോഴും നമ്മൾ ഈ ബ്രാക്കറ്റും എല്ലാം വെച്ചിങ്ങനെ കമ്പി, നമ്മൾ കണ്ടിട്ടില്ലേ, കട്ടയൊക്കെ വെച്ചിങ്ങനെ കമ്പി, അത് അങ്ങനെ വെച്ച് കെട്ടണമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സംവിധാനം വന്നു, അലൈനർ. എല്ലാം ഡിസൈൻ എല്ലാം ചെയ്യുന്നു, എല്ലാം അതിൻ്റെ രീതിക്കനുസരിച്ച് എല്ലാം ഡിസൈൻ ചെയ്യുന്നു, എങ്ങനെ പല്ല് എങ്ങോട്ട് മൂവ് ചെയ്യണമെന്നെല്ലാം നോക്കുന്നു. എല്ലാം ക്യാഡിലെല്ലാം ഡിസൈൻ ചെയ്യുന്നു. എന്നിട്ടൊരു ഒരു ഒരു തെർമോഫോം ഒരു ഷീറ്റാണത്, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്. പക്ഷെ അത് ഞങ്ങളുടെ ഷീറ്റ് മുഴുവനും ജർമ്മനിയിൽ നിന്നാണ് വന്നത്. ഒരു ഷീറ്റ് പോലും ഞങ്ങൾ ജർമ്മനിയെ ഉയർത്തിപ്പറയല്ലേ, ജർമ്മനിയിൽ അവരെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്റ്റാൻഡേർഡുള്ള ക്വാളിറ്റി ഉള്ള സാധനം മാത്രം ഉപയോഗിക്കുന്നു. ഇവിടെ ആളുകൾ വെറും ചൈനയിൽ നിന്ന് സാധനം മേടിച്ച് ചുമ്മാ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കാണുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ഇരിക്കും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ലീച്ചിങ് ഒക്കെ ഉണ്ടായിട്ട് ഈവൻ കുറേ 1.5 വർഷം 1 വർഷത്തോളം വായിൽ വെക്കണം.
വെറും പ്ലാസ്റ്റിക് അല്ലേ. അപ്പം അത് കൾച്ചർ ഉണ്ടാവുന്നു, അങ്ങനെയുള്ള പല ഇതൊക്കെ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും അങ്ങനെ, നമുക്ക് ലാഭം വേണം, പക്ഷേ കാലാകാലങ്ങൾ നമ്മൾ പൈസ കൂട്ടും, പക്ഷെ ഒരിക്കലും റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്കകത്ത് കുറവ് വരുത്തില്ല. ഇതൊന്നും പുറത്ത് പറയണമെന്നല്ലോ ഞാൻ പറഞ്ഞു. പക്ഷേ പ്രോഡക്ട്സ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത് കൂടാതെ നിങ്ങൾ ഇത് വെച്ചും കൊടുക്കുന്നുണ്ടോ? ഇല്ല, വെക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ബയേഴ്സ് എന്ന് പറയുന്നത് ഈ ഡെന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് മാത്രമാണ്. ഡെന്റൽ B2B ആണ്. ഡെന്റിസ്റ്റ്, ഡെന്റൽ ഹോസ്പിറ്റൽസ്, ഡെന്റൽ കോളേജുകൾ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞങ്ങൾ മെയിനായിട്ടും കൊടുക്കുന്നത്. ഡെന്റിസ്റ്റാണ് ഞങ്ങളുടെ ബയേഴ്സ്. അപ്പൊ ഡെന്റിസ്റ്റുകള് 25% ഹയർ കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇവിടെയുള്ളവർ അത് പ്രിഫർ ചെയ്യുന്നുണ്ടോ? ഐ മീൻ കേരളത്തിൽ ഇപ്പൊ പുറത്തൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈ എൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ചെയ്യുന്നുണ്ടോ? പക്ഷെ സാധാരണക്കാര് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ, ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഞാൻ പോകുമ്പോൾ നമുക്കത് അറിയില്ലല്ലോ ഇപ്പം സാറിന്റെ പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ എന്റെ പ്രോഡക്റ്റ് ആണോ. അപ്പൊ നമ്മളെങ്ങനെ കസ്റ്റമർ എങ്ങനെ ഇൻഷുർ ചെയ്യുന്നു? ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി ഡെൻകെയറിന്റെ പ്രോഡക്റ്റ് തന്നെ മതി എന്ന് പറഞ്ഞു തുടങ്ങി. പഴയ മുതലാളിക്ക് ഒരു ഇല്ല, അദ്ദേഹത്തിനൊന്നുമില്ല. അദ്ദേഹത്തിന് ഡെന്റൽ ക്ലിനിക്കല്ലേ, വേറെ ഡെന്റൽ ലാബേ ഇല്ല. ആകെ ഇന്ത്യയിൽ 2 സ്ഥാപനമുള്ളൂ നമ്മൾ തുടങ്ങുമ്പോൾ. അന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രയോ കാലം കാത്തിരുന്നിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ട് വരുന്നത്, ഈ ക്രൗൺ ചെയ്തുകൊണ്ട് വരുന്നത്. അന്ന് ചിലർ പറഞ്ഞു, നമ്മുടെ ഡെന്റൽ മേഖലയിലുള്ളവർ തന്നെ പറഞ്ഞു, അപ്പൻ്റെ മാതിരി മോനും എന്തോ കാര്യമായി തകരാറുണ്ട്. കാരണം ഒരു കാസ്റ്റിംഗ് മെഷീൻ കൊണ്ടുവന്ന് 7,90,000 രൂപ മുടക്കിയാണ് ജർമ്മനിയിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കാസ്റ്റിംഗ് മെഷീൻ, ഇമ്പോർട്ടഡ് കാസ്റ്റിംഗ് മെഷീൻ. ഞാൻ ഇന്നും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരൊക്കെ എനിക്കറിയാം. 435 EUM ബിഗോ ഇൻഡക്ഷൻ കാസ്റ്റിംഗ് മെഷീൻ. ഇത് മനസ്സിലായത് ശരിക്കും ഞാൻ ഈ വർക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് ഞാൻ ഈ ഡെന്റൽ ലാബിൽ പോകും. സൗത്ത് ഇന്ത്യയിൽ ഒറ്റയ്ക്കൊരു ഡെന്റൽ ലാബ് ഉള്ളെന്ന് പറഞ്ഞല്ലോ, അത് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു. നിപ്പോൺ ഡെഞ്ചേഴ്സ് ഇന്ത്യ, അത് കൂട്ടിപ്പോയിട്ടോ. അവിടെ 6-7 ജോലിക്കാരൊക്കെ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവരിങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം മാതിരിയാണ്. പക്ഷെ അവരന്ന് ചെയ്തുകൊണ്ടിരുന്നത് ആ ഇമ്പോർട്ടഡ് കാസ്റ്റിംഗ് മെഷീൻ വെച്ചല്ല, അവർ വേറെ എന്തോ ടെക്നിക്ക് ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവം മേടിക്കണം എന്നുള്ള ചിന്ത, ചെയ്യുമ്പോൾ എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ള ചിന്ത. ഞാൻ അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചിറങ്ങി. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അങ്ങ് ബാംഗ്ലൂർ യാത്ര ചെയ്തു. കർണാടക ഡെന്റൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം അന്ന് അവിടെ ഉണ്ട്. ഞങ്ങൾക്കന്ന് ഇമ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല നേരിട്ട്. പിന്നെ വാസ്തവത്തിൽ ആ സാധനം പിന്നീട് കിട്ടിയത്, കാസ്റ്റിംഗ് മെഷീൻ മേടിച്ചത് NK പട്ടേൽ ആൻഡ് സൺസ് എന്ന് പറഞ്ഞ് ബോംബെയിലൊരു സ്ഥാപനത്തിൽ നിന്ന് അവരാണ് കൊട്ടേഷൻ തരികയും എന്നിട്ട് ഡയറക്റ്റ് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ ബില്ലിങ് അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് ബാങ്കിൽ നിന്ന് ലോൺ അങ്ങനെ നേരെ പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയും വില കൂടിയൊരു കാസ്റ്റിംഗ് മെഷീൻ മേടിക്കാന്ന് അന്നത്തെ കാലത്ത് കാസ്റ്റിംഗ് മെഷീൻ്റെ വിലയല്ല, 200% ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇന്നത് 17-18% ഉള്ളൂ. പക്ഷെ എന്താണെങ്കിലും അങ്ങനെ കാസ്റ്റിംഗ് മെഷീനൊക്കെ വന്നു, പണിയെല്ലാം തുടങ്ങിയപ്പോൾ പിന്നെയും ഉറക്കമില്ലാത്ത ആളുകൾ, ഒരു രീതിയിലും വർക്ക് സമയത്ത് തീർക്കാൻ പറ്റുന്നില്ല. പിന്നീട് ആളുകളെല്ലാം കൂട്ടി വന്നു. പിന്നീട് അവിടെ തന്നെ വീണ്ടും വാടകയ്ക്ക് എടുത്തു. 500 രൂപ വാടകയ്ക്ക് ഒരു മുറി എടുത്തെങ്കിൽ അവിടെ 20,000 രൂപ വാടകയ്ക്ക് കൊടുക്കാൻ പാകത്തിന് ആ കോംപ്ലക്സ്, ഷോപ്പിംഗ് കോംപ്ലക്സിൽ കുറേ അധികം സ്ഥലം എടുത്തു. ആ കാലങ്ങളിൽ ധാരാളം പണം ഇങ്ങനെ വന്നുകൂടി. എനിക്കറിയില്ല ഇതെന്ത് ചെയ്യും പണം. കാരണം അന്നൊക്കെ ഇന്നത്തെ മാതിരിയല്ല. എനിക്ക് തോന്നുന്നത് ഒരു 200% പ്രോഫിറ്റ് കാണാം അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ പ്രോഫിറ്റ് റേഷ്യോ തീരെ താഴെയായി. അന്ന് ഇപ്പോൾ കിട്ടിയ പണം എല്ലാം ഞാൻ ഈ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. കുറേ അധികം ഭൂമി മേടിച്ചിട്ടു. ടൗണിലെല്ലാം ധാരാളം ഭൂമിയുണ്ട്, 10-60 ഏക്കർ ഭൂമിയുണ്ട്. ഇതിലെല്ലാം മേടിച്ചിട്ടു. അങ്ങനെയൊക്കെ പിന്നീട് ഒരു വലിയൊരു ചേഞ്ച് വന്നത്, ഞാൻ 90 ആദ്യം ഞാൻ വിദേശത്തേക്ക് കോൺഫറൻസുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, പഠിക്കാനായിട്ട് ഡെന്റൽ ടെക്നോളജി. എനിക്ക് ഈ സെറാമിക് തുടങ്ങണം. ഒന്നാകെ 2 പ്രോഡക്റ്റ് വെച്ചാൽ തുടങ്ങണേ. ഇന്ന് 450 പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അന്ന് മെറ്റൽ, ഞാൻ പറഞ്ഞല്ലോ 2 പ്രോഡക്റ്റ് മെറ്റൽ വെച്ച് ക്രൗൺ ചെയ്യുക, അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക്കും ഉണ്ട്, 4-5 കളറേ ഉള്ളൂ. അത് വെച്ച് ഫ്രണ്ടിലത്തെ പല്ല് ഉണ്ടാക്കി കൊടുക്കുക.
അപ്പോൾ ഈ സെറാമിക് പോർസലിൻ ടെക്നോളജി, മെറ്റലിൻ്റെ പുറത്ത് പോർസലിൻ കോട്ട് ചെയ്യുന്ന ആ ടെക്നോളജി പഠിക്കാൻ ഞാൻ ലിച്ചൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ലിച്ചൻസ്റ്റൈൻ സ്വിറ്റ്സർലൻഡ് അടുത്ത്, അവിടെ പോയി. അവിടെയൊക്കെ ചെന്നപ്പോഴാണ് എൻ്റെ കാഴ്ചപ്പാട് ഒന്നുകൂടെ മാറിയത്. നമ്മുടെ ആളുകളുടെ കുറ്റം പറയുകയല്ല ഞാൻ, പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു 70-80% നമ്മുടെ ആളുകൾ തൃപ്തരാണ്. ഒരു ടൈലൊട്ടിക്കുകയാണെങ്കിൽ അത് കൃത്യം കറക്റ്റ് വര വെച്ചൊന്ന് ഒട്ടിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ചുരുക്കമുള്ളൂ. അപ്പോൾ ഒട്ടിച്ചു വിടുക, അത്രേ ഉള്ളൂ. പക്ഷെ അവർ ചെയ്യുമ്പോൾ, ഏത് ജോലി ചെയ്യുമ്പോഴും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നു. ഓരോ കാര്യത്തിനും ആ പെർഫെക്ഷൻ അവരുടെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, സേബർ എന്ന് പറഞ്ഞൊരു സൈബർ ഹിൽബേ എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നെ. അദ്ദേഹത്തിൻ്റെ ആ കറക്റ്റ് ആ ആക്യുറസി, അദ്ദേഹം ഓരോ ചെറിയ ചെറിയ പോയിന്റിലും ശ്രദ്ധ കൊടുക്കുന്നു, നമ്മുടെ ആളുകൾക്ക് ഇല്ലാത്തത്. ഇപ്പോൾ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണില്ല, അതെല്ലാം എൻ്റെ കണ്ണ് തുറപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് കോൺഫറൻസുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ പോയി, ധാരാളം കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്തു, അനേകം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. ടീമായിട്ട് ഞങ്ങളുടെ സ്റ്റാഫിനെ വിട്ട് ട്രെയിനിങ് ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും വിദേശ രാജ്യങ്ങളിൽ എവിടെയെല്ലാം 10 പേര് വെച്ച്. പിന്നീട് അങ്ങോട്ട് മാറി മാറി വന്നപ്പോൾ പിന്നെ ഏത് പുതിയ എക്യുപ്മെൻറ്റ് വന്നാലും, ഡെൻറ്റിസ്ട്രിയിൽ എന്ത് വന്നാലും അത് ഞങ്ങൾ ആദ്യം ഇവിടെ കൊണ്ടുവരും. അത് ഈ കോൺഫറൻസൊക്കെ പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ ചിലതെല്ലാം കാണും. ഈ ലേസർ സിൻഡറിങ് ടെക്നോളജി, അത് 20 മൈക്രോൺസ് പൗഡർ, കൊബാൾട്ട് ക്രോം പൗഡർ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് അത് 20 മൈക്രോൺസ് വെച്ച് അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അപ്പം തന്നെ സിൻഡർ ചെയ്യും. അങ്ങനെ ലേസർ സിൻഡറിങ് ടെക്നോളജി വെച്ച് അതെല്ലാം ഇന്ത്യയിലെല്ലാം ആദ്യമായിട്ട് നമ്മളെ കൊണ്ടുവരുള്ളൂ. എന്ത് സംഗതി വന്നാലും ആദ്യം നമ്മൾ കൊണ്ടുവരും. അങ്ങനെയൊക്കെ വന്നു, ഓരോന്നോരോന്ന് കയറി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു. എൻ്റെ ഭാര്യ അത് ദൈവം തന്നൊരു നിധിയാണ്. ഞങ്ങൾ എൻ്റെ ഒരു ഒറ്റ ഹൃദയമാണ്. ഫാർമസിസ്റ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ കൂടെ വന്ന് ഇരുന്ന് എല്ലാം ഓരോന്നോരോന്ന് പഠിപ്പിച്ച് ബഹു പിടിക്കുക, എന്നേക്കാൾ പിടിക്കുക, നല്ല മനോഹരമായിട്ട് പല്ലുണ്ടാക്കും. പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നു. ഇനി എന്നെ ചോദിക്കുന്ന ചോദ്യം കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു ഇത് പറയാം, എല്ലാം പറയാം. എംപ്ലോയീസ് 97 ആയപ്പോഴേക്കും ഞാൻ മൂവാറ്റുപുഴ തന്നെ സ്വന്തമായി സ്ഥലം മേടിച്ച് ബിൽഡിംഗ് പണിതു 97. അപ്പോൾ അത്യാവശ്യം വലിയ ബിൽഡിംഗ് പണിതു, കൂടുതൽ ആളുകളെ എടുത്തു. ആ കാലങ്ങളിലൊരു 97 ഒരു 300 പേര് താഴെയുള്ളൂ. പിന്നെ അങ്ങോട്ട് കൂടുതൽ അതും കൂടുതൽ സ്ത്രീകളെ എടുക്കാൻ അതൊരു ചിന്ത മനസ്സിൽ വന്നു. സ്ത്രീകൾക്കാണെങ്കിൽ ഒരു കാര്യമുണ്ട്, അവർ ഈ ഇരുന്ന് ചെയ്യുന്നിടത്ത് വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഭംഗിയായിട്ട്, ഇത് ഈ ബ്രഷും എല്ലാം ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണല്ലോ. ഈ സെറാമിക് കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രഷ് വെച്ചാൽ ചെയ്യേണ്ടത്. പുരുഷന്മാർ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ സ്ത്രീകളാണെങ്കിൽ അതിനകത്ത് എപ്പോഴും അവിടെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. തന്നെയല്ല, ഞങ്ങളുടെ നാട്ടിൽ ധാരാളം സ്ത്രീകളെ ജോലിയില്ലാത്തവരുണ്ട്. ഞങ്ങളുടെ എംപ്ലോയീസ് എല്ലാം ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാം ഞങ്ങൾ അവിടെ നിന്നാണ് ആളുകളെ എടുക്കുന്നത്. ഞങ്ങൾ എടുത്ത് തന്നെത്താൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. ഏതാണ്ട് 1.5 വർഷത്തേക്ക് ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥാപനം തുടങ്ങി, ഡെൻകെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ ടെക്നോളജി എന്ന് പറഞ്ഞ് DIDT. അവിടെ നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ട്, 30ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ 30ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. ഏതാനും ചില ഡോക്ടേഴ്സാണ് ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രെയിനിങ് കൊടുക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും എല്ലാം അവരുണ്ട്. സീനിയർ ടെക്നീഷ്യൻസ് എല്ലാം വന്നു, അവരെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നു, ശരിക്കും പഠിപ്പിക്കുന്നു. അങ്ങനെ ധാരാളം ആളുകൾ വന്നുകൂടി. ഇപ്പോൾ 4200 പേരുണ്ട് എംപ്ലോയീസ് എല്ലാവരും കൂടെ. അല്ല, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2018 ഫ്ലഡ് വന്നത് മറ്റൊരു വഴിത്തിരിവായി. ഏതാണ്ട് ഒരാഴ്ചക്കാലത്തോളം ഞങ്ങൾക്ക് അടച്ചിട്ടുണ്ടോ ഒന്ന് സ്ഥാപനം. ആ കാലങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് ഏതാനും ചില രാജ്യത്തു നിന്നും ഞങ്ങൾക്ക് വർക്കുകളെല്ലാം ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്.
പല പേഷ്യൻസിനും അവർക്ക് പല്ലില്ലാതെ തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നു. മറ്റ് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് പലർക്കും അവർ പ്രിപ്പറേഷൻ ചെയ്തു, വർക്ക് ഇത് പല്ലൊക്കെ പ്രിപ്പറേഷൻ ചെയ്തു, ഇംപ്രഷൻ ഇങ്ങോട്ട് അയച്ചു തന്നു, ഇത് ചെയ്തു വെച്ചു, പക്ഷെ എത്തിക്കാൻ പറ്റിയില്ല, മുഴുവൻ തീർക്കാൻ പറ്റിയില്ല. 5-6 ദിവസത്തേക്ക് അടച്ചിട്ടപ്പോഴത്തേക്കും വേറെ നമുക്ക് പകരം എങ്ങും സംവിധാനം ഇല്ല. അന്ന് ഫ്ലഡ് വന്ന കാലത്ത് 2018 അന്ന് ഞാൻ ചിന്തിച്ചു, ഇവിടെ മാത്രം പോരല്ലോ. ആ കാലത്ത് കുറേ ക്ലയൻസ് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, അങ്ങനെ ഡൽഹിയിലൊരു യൂണിറ്റ് തുടങ്ങി, പിന്നീട് മുംബൈയിലൊരു യൂണിറ്റ് തുടങ്ങി, ബാംഗ്ലൂർ യൂണിറ്റ് ഉണ്ട്, ഇപ്പോൾ ഹൈദരാബാദിലും കൊൽക്കട്ടയിലും ഈ ലാസ്റ്റ് മന്ത് ജനുവരി 9 ചെന്നൈയിലും ഒരു യൂണിറ്റ് ആരംഭിച്ചു. ഇപ്പോൾ 6 സ്ഥലങ്ങളിൽ യൂണിറ്റ് ഉണ്ട്. ഈ വർഷം തന്നെ ഇൻഡോറിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ UK-ലും USA-ലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UAE-ലും എല്ലാം മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അവിടെ എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ 10 പ്രോഡക്റ്റേ ചെയ്യുന്നുള്ളൂ. ആകെ 450 പ്രോഡക്റ്റ് ഉണ്ട് ഇപ്പോഴും. എന്നാൽ എല്ലാമുള്ള ഒരു യൂണിറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് നമ്മൾ മൂവാറ്റുപുഴ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെയെല്ലാം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെല്ലാം അവിടെയെല്ലാം ഇവിടുന്ന് തന്നെ എല്ലാം ഉണ്ടാക്കി അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അവിടെ അത്യാവശ്യത്തിന് പെട്ടെന്ന് കൊടുക്കേണ്ട വർക്കുകളെല്ലാം അവിടെ തന്നെ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നു. അന്ന് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ വരുമ്പോൾ ഒരു മാസം 250 രൂപ ശമ്പളത്തിനാണ് വന്നത്. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ ഏതാണ്ട് 11 കോടിയിലേറെ രൂപ വേണം ഒരു മാസത്തേക്ക്. ഞാൻ ഒരു സൈക്കിൾ മേടിക്കാൻ കൊതിച്ച മനുഷ്യനാണ്. സാധിക്കില്ലെന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ എംപ്ലോയീസിനെ കൊണ്ടുവരാനും കൊണ്ടുവിടുവാനും എല്ലാമായിട്ട് ഏതാണ്ട് എല്ലാം കൂടെ 100ഓളം വാഹനങ്ങളുണ്ട്. സ്റ്റാഫിനെ എല്ലാം അതാത് സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, തിരിച്ചവരെ ഡ്രോപ്പ് ചെയ്യുന്നു. ഒരു പ്രത്യേകത, ഞങ്ങളുടെ വനിതാ ജീവനക്കാരുടെ ഭർത്താക്കന്മാർ തന്നെയാണ് ഡ്രൈവേഴ്സായിട്ട് കൂടുതൽ സ്ഥലങ്ങളിൽ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അവരുടെ സുരക്ഷിതത്വമൊക്കെ മുൻനിർത്തി. അല്ലെങ്കിൽ ഇന്നുവരെ യാതൊരു പ്രശ്നം, ഒരിക്കലും അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നല്ല മനുഷ്യരാണ്. പലരും പറയും കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ലെന്ന്. എന്നാൽ എൻ്റെ ശക്തമായും വ്യക്തമായിട്ടുള്ള എൻ്റെ അഭിപ്രായം കേരളം പോലെ വ്യവസായത്തിന് പറ്റിയ മണ്ണില്ലെന്നാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ മനുഷ്യർ എത്ര നല്ലവരാണ്, എത്ര ഡെഡിക്കേറ്റഡാണ് ഞങ്ങളുടെ എംപ്ലോയീസ് എല്ലാം. എന്നേക്കാൾ ആത്മാർത്ഥതയുള്ള ആളുകൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു ഭംഗിവാക്കായിട്ട് പറയല്ല, അത്ര സിൻസിയർ ആയിട്ടുള്ള ആളുകൾ. എന്തെങ്കിലും നമ്മൾ സ്ഥാപനം ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ഇത്ര നാളെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പൊളിറ്റിക്കൽ അവരെല്ലാം വരാറുണ്ട്. പല ഇലക്ഷൻ വരുമ്പോൾ അവർ വരും. അതുപോലെ പാർട്ടി സമ്മേളനം നടക്കുകയാണെങ്കിൽ വരും. ഞാനതെല്ലാം എല്ലാവരോടും എൻ്റെ ചിന്താഗതി, എല്ലാ പൊളിറ്റീഷ്യൻസോടും ഒരു സമദൂര സിദ്ധാന്തം, എല്ലാവരോടും അങ്ങനെ ലോഹിയായിട്ട് തന്നെ പോകുന്നു. എനിക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം അവർ ചോദിക്കുന്ന പൈസയല്ല, അങ്ങനെയൊന്നും അവർ ചോദിച്ച് എന്നെ ശല്യം ചെയ്തിട്ടില്ല ഇന്ന് വരെ. സത്യമായിട്ടുള്ള യാഥാർത്ഥ്യം പറഞ്ഞാൽ അങ്ങനെയാണ്. അവർ വരും, പറയും ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഞാനത് കൊടുക്കുന്നത് അവർ വാങ്ങിച്ചുകൊണ്ട് പോകും. 2020 മുതൽ ഈ കാലഘട്ടങ്ങളിൽ ഒരിക്കലും 1 രൂപ പോലും ചോദിച്ചാരും വന്നിട്ടില്ല. വരും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2020 വലിയ കെടുതി വന്നു. കാരണം അടച്ചുപൂട്ടി, കോവിഡ് വന്നതോടുകൂടി എല്ലാം തകർന്ന് തരിപ്പണമായി, ഒന്നുമില്ലാത്ത രീതിയിലായി. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, സ്ഥലം എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ആ കാലങ്ങളിൽ ചിന്തിച്ചിരുന്നേ, ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൈസ കിട്ടൂല്ലോ എന്നാണ്. SBI ഞങ്ങളുടെ ബിൽഡിങ്ങിലായിരുന്നേ. മാസം തോറും നല്ല ഒരു എമൗണ്ട് വാടക കിട്ടുമായിരുന്നു. എറണാകുളത്ത് സ്ഥലമുണ്ട്, പെരുമ്പാവൂർ സ്ഥലമുണ്ട്, ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അടുത്ത് സ്ഥലമുണ്ട്. ഏതെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ആർക്കും വേണ്ടാണ്ടായി, ആരും സഹായിക്കാനില്ലാണ്ടായി. എൻ്റെ ദൈവമേ, അന്ന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരഞ്ഞ കാലങ്ങളായിരുന്നു. എൻ്റെ വീട് മൂവാറ്റുപുഴ ടൗണിൽ തന്നെയാണ്. ഈ അടുത്തിടെ അവിടെ സ്ഥലം വിറ്റുപോയത് 35 ലക്ഷത്തിനാണ് സെൻറ്റിന്. അത്രയും വിലയുള്ള സ്ഥലം, 2 ഏക്കർ സ്ഥലത്താണ് എൻ്റെ വീടിരിക്കുന്നത്.
പണ്ട് വെട്ടുകാട്ടിക്കാരുടെ ഇത് മേടിച്ചതൊന്നും ഇതിനകത്ത് വരുമില്ല, ഞാനങ്ങ് പറഞ്ഞെന്നുള്ളൂ. പക്ഷേ എല്ലാം വീടടക്കം കൊടുക്കാൻ നീ തീരുമാനിച്ചു, അതൊന്നും നിർത്ത് കുഴപ്പമില്ല, സത്യമാണ്. സ്ഥാപനം എങ്ങനെയെങ്കിലും നിലനിർത്തണം. കാരണം ഈ നല്ലവരായ മനുഷ്യർ അവരെ ഒരിക്കലും ഒരു പ്രയാസം വരരുത്. 2 മാസമാണ് 50% സാലറി കൊടുത്തോളൂ, ബാക്കി മുഴുവൻ സമയം മുഴുവൻ ശമ്പളവും കൊടുത്തു. വരുമാനം ഉണ്ടായിട്ടല്ല, പറഞ്ഞു വിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. 28 കോടി രൂപ ലോൺ എടുത്തു ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ നമ്മൾ ഒരാളെ പോലും നമ്മൾ പറഞ്ഞു വിട്ടിട്ടില്ല, ഒരിക്കലും പറഞ്ഞു വിട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വളരെ സ്ട്രിക്റ്റാണ്. സ്ത്രീകളോട് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു വാക്കായിട്ട് മോശമായിട്ട് പറഞ്ഞാൽ പിന്നെ അവരോട് ഒരിക്കലും അവർക്ക് ക്ഷമ കൊടുക്കില്ല. കാരണം വരുമ്പോൾ തന്നെ എല്ലാ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരൊരു മോഡൽ കൊടുക്കണമെങ്കിൽ ആ മോഡൽ ഇങ്ങനെ ഇത് കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ ഈ മോഡൽ ഇതിനകത്ത് എടുത്ത് വെച്ച് ട്രേക്കകത്ത് വെച്ച് അങ്ങ് കൊടുത്താൽ മതി എന്നേ പറയുള്ളൂ. ഒരിക്കലും എങ്ങനെ പറ്റില്ല, പരസ്പരം ഇങ്ങനെ എടുത്ത് കൊടുക്കണ്ടെന്ന് പറയും. കാരണം ഏതെങ്കിലും നാളെ എന്തെങ്കിലും ഒരു അപഖ്യാതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അങ്ങനെ ചെയ്യാറ്. നമ്മളുടെ സ്ഥാപനത്തില് ഈ എത്ര ആൾക്കാർ ഈ വനിതകളുണ്ട്, എത്ര ആൾക്കാർ? ഏതാണ്ടൊരു 80% എംപ്ലോയീസും വനിതകളാണ്. 75 to 80%. നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ ഡിസിഷൻ എടുത്താണോ? ഡിസിഷൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഡിസിഷൻ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് വന്നു ചേർന്നതാണെന്നാണ് എൻ്റെ ചിന്ത. കാരണം അനേകർ ജോലി ചോദിച്ചു വരുന്നു ഇപ്പോൾ. വനിതകൾ പലരും, എത്രയോ പേര് വിധവമാരുണ്ട്, എത്രയോ പേര് സങ്കടപ്പെട്ട് കരയുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പോകുന്ന വഴിക്ക് എന്നെ ഒരു ലേഡി വിളിച്ചു എൻ്റെ നമ്പറിൽ, സാറേ എൻ്റെ കൂട്ടുകാരിക്ക് ഒരു ജോലി തരാമെന്ന് ചോദിച്ചു. എൻ്റെ കോബ്രദർ അടുത്തിരിക്കേണ്ട അദ്ദേഹം ചിരിക്കുക. ഞാൻ പറഞ്ഞു, കുഞ്ഞെ എവിടുന്നാണ് വിളിക്കണേ? പേഴയ്ക്കാപ്പള്ളി എന്നാ സാറേ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കുഞ്ഞിനെ അറിയാവുന്ന ഈ സ്ഥാപനം? അല്ല, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല ജോലി ചോദിക്കണേ, അതിൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട്. എനിക്ക് അവരോട് അന്നേരം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ HR വിളിക്കും എനിക്കങ്ങനെ പറയാൻ തോന്നുന്നില്ല. കാരണം ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് കരഞ്ഞ മനുഷ്യനല്ലേ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും അവർ ചോദിക്കുമ്പോൾ അവരോട് ആ ഒരിക്കലും ഒരു നിസ്സംഗ മനോഭാവം എൻ്റെ സംസാരത്തിൽ ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതെന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് അല്ലേ? അതെ. നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ ഇത് ട്രെയിനിങ് ആദ്യം കൊടുക്കേണ്ടി വരും? കൊടുക്കും. എല്ലാവർക്കും ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഞങ്ങൾ 1.5 വർഷത്തെ ട്രെയിനിങ് ആണ്. പക്ഷെ 1.5 വർഷം എന്ന് പറയുമെങ്കിലും 1 വർഷത്തിനുള്ളിൽ ട്രെയിനിങ് എല്ലാം തീരും. ആദ്യം വന്നു കഴിഞ്ഞാൽ 3 മാസം മുഴുവൻ തിയറി പഠിപ്പിക്കുകയാണ്. അതെല്ലാം സെറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഒരുപടി പഠിപ്പിക്കാനുണ്ട്. ഞങ്ങൾക്ക് അതിനായിട്ടുള്ള വേറെ അധ്യാപകരുണ്ട്, അധ്യാപകരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, തന്നെയല്ല ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്. ഇത് ഒരു ആർട്ട് വർക്കല്ലേ സാറേ? ഇതിങ്ങനെ കാർവ് ചെയ്തൊക്കെ വേണം ചെയ്യാനായിട്ട്. കാർവിങ് ഞങ്ങളുടെ ഒരു സുനിൽ PT ആണ് ഏഷ്യയിലെ ഏറ്റവും നല്ലതുപോലെ കാർവിങ്ങിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ. എന്നുവെച്ചാൽ ഒന്നാമൻ ഞങ്ങളുടെ മിസ്റ്റർ സുനിലാണ്. സുനിൽ 36 വർഷം മുമ്പ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നയാളാണ്. എൻ്റെ ബ്രദറിൻ്റെ കൂടെ പഠിച്ചതാണ്, ഞങ്ങളുടെ അടുത്ത് വന്ന് പഠിച്ചതാണ്. അദ്ദേഹം പടമൊക്കെ മനോഹരമായിട്ട് വരയ്ക്കുന്നയാളാണ്. അദ്ദേഹമാണ് പല മോഡലുകളൊക്കെ എല്ലാം കാർവ് ചെയ്ത്, എൻ്റെ വൈഫും അദ്ദേഹവും ഇങ്ങനെ കാർവ് ചെയ്ത് എല്ലാം മനോഹരമായിട്ടെല്ലാം വെച്ച് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അത് കണ്ടാലേ മനസ്സിലാവും. ആർട്ട് വർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും. മാനുഫാക്ചറിങ് ഇപ്പൊ AI വെച്ചും എല്ലാം ഡിസൈൻ ചെയ്യുന്നു. ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പൊ ഒരു കാലത്ത് നമ്മൾ ഇംപ്രഷൻ എടുക്കണമെങ്കിൽ, അളവെടുക്കണമെങ്കിൽ ഒരു ട്രേക്കകത്ത് മെറ്റീരിയലൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് ആൾജിനേറ്റ് എന്ന് പറയും, അതല്ലെങ്കിൽ ഇലാസ്റ്റോമെറിക് ഇംപ്രഷൻ. അതിങ്ങനെ ഒരു ട്രേയുടെ ആകൃതി, വായുടെ ആകൃതി തന്നെയുള്ള, മൗത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ട്രേ ഉണ്ട്. താഴത്തെ ജോയ്ക്ക് താഴത്തെ ആകൃതി, മുകളിലത്തെ ആകൃതിയുള്ള ഒരു ട്രേ ഉണ്ട്. ഒരു പ്ലാസ്റ്റിക് ട്രേ ഉണ്ട്, സ്റ്റീൽ ട്രേ ഉണ്ട്. അതിനകത്ത് ആൾജിനേറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത്, ആൾജിനേറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ, അത് മിക്സ് ചെയ്ത്, ഒരു റബ്ബർ പോലത്തെ മെറ്റീരിയൽ, അത് മിക്സ് ചെയ്ത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് 2 മിനിറ്റൊക്കെ പിടിച്ചായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ ഇലാസ്റ്റോമെറിക് ഇംപ്രഷൻ, അതൊരു മിനിമം ഇത്ര അവേഴ്സിനുള്ളിൽ പോർ ചെയ്തോളുന്നുണ്ട്. അത് അതിനകത്ത് ടൈപ്പ് 4 ഡൈസ്റ്റോൺ മിക്സ് ചെയ്ത് ഒരു നിശ്ചിത അളവിൽ വെള്ളമായിട്ട് ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ അതിനകത്ത് പോർ ചെയ്ത് അതിൻ്റെ മോഡൽ ഉണ്ടാക്കിയെടുക്കും. ഞങ്ങൾ മോൾഡ് എന്ന് പറയും. ആ മോൾഡ് ഉണ്ടാക്കിയെടുത്ത് അതിനകത്താണ് നമ്മൾ പല്ലുണ്ടാക്കുന്നത്. ഇന്ന് കാര്യമെല്ലാം മാറി. ഇന്ന് മൊബൈൽ ഫോണിൻ്റെക്കാൾ ഒരല്പോടെ ലെങ്ത് കൂടി, ഇത് ഇത്രയില്ല, ഒരു ഡിവൈസ് ഉണ്ട്.
ഇൻട്രാവറൽ സ്കാനർ. അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 1.5 മിനിറ്റ് മതി ഒരു ഫുൾ ആർച്ച് അപ്പറും ലോവറും സ്കാൻ ചെയ്യാനായിട്ട്. ഒരു 2-3 മിനിറ്റിനുള്ളിൽ അമേരിക്കയിലിരുന്നോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തോ വെച്ച് എടുക്കുന്ന ആ ഇംപ്രഷൻ, ആ സ്കാൻ STL ഫയലായിട്ട് ഞങ്ങളുടെ കമ്പ്യൂട്ടറിലെത്തും. അത് ഒരു 3D പ്രിൻ്റർ, 3D പ്രിൻ്ററിനകത്ത് പ്രിൻ്റ് ചെയ്ത് മോഡലായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. 1 മണിക്കൂറിനുള്ളിൽ മോഡലായി വരും. 3D പ്രിൻ്റർ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ എൻജിനീയേഴ്സ്, ഞങ്ങളെ R&D വിഭാഗം ഡെവലപ്പ് ചെയ്തതാണ് ഞങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന 45ഓളം 3D പ്രിൻറ്റേഴ്സ്. ഇന്ന് ഡെൻറ്റിസ്ട്രിയിൽ ഏറ്റവും സ്പീഡ് കൂടിയതും ഏറ്റവും ആക്യുറേറ്റുമായിട്ടുള്ള 20 മൈക്രോൺസ് ആക്യുറസി കിട്ടുന്ന ഒരു പ്രിൻ്ററാണ് ഞങ്ങൾ തന്നെ. നമ്മളിത് പുറത്ത് കൊടുക്കുന്നുണ്ടോ വേറെ ആർക്കെങ്കിലും? അത് ഞങ്ങൾ വിൽക്കാൻ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അതൊരു ഫാക്ടറിയൊക്കെ സെറ്റ് ചെയ്യണം. പേറ്റന്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് ഈ സാധനം 3D പ്രിൻ്റർ. പക്ഷേ ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടുതലാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ R&D ഡെവലപ്പ് ചെയ്തതാണ്. R&D കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ അമേരിക്കൻ കമ്പനികൾ വേറൊരു ഇന്ത്യൻ കമ്പനിക്ക് വളരാൻ സമ്മതിക്കാറില്ല. ഇവര് സാധാരണ ടേക്ക് ഓവർ അല്ലെങ്കിൽ സ്റ്റേക്ക് ബൈ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇതിന് മുമ്പ് എവിടെ നിന്നെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ ബൈ ഔട്ട് ചെയ്യാൻ? പല കമ്പനികളിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ആ കാലങ്ങളിലൊന്നും ഒരിക്കലും വലിയ എമൗണ്ട് 800 കോടി ഓഫർ ചെയ്ത് 2017 ഓഫർ ചെയ്ത ഒരു സമയമുണ്ട്. പക്ഷെ അന്നല്ല എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. അന്ന് അങ്ങനെയൊന്നും ചെയ്യണം എന്നുള്ള ഒരു മനസ്സിൽ അങ്ങനെ ആഗ്രഹം വന്നില്ല. പക്ഷെ സത്യത്തിൽ അന്ന് ചെയ്തിരുന്നില്ലെങ്കിൽ ഇന്ന് ഒരുപടി വലുതായേനെ. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും കൊടുക്കില്ല. ഡെൻകെയറിനെ സംബന്ധിച്ച് അതെൻ്റെ ബ്ലഡാണ്. ഞാൻ ഒരിക്കലും അത് മുഴുവൻ കൊടുക്കില്ല. നോ. ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ്, പ്രൈവറ്റ് ഇക്വിറ്റിക്ക് പോവാണ്. ജസ്റ്റ് ഒരു 10% ഞങ്ങൾ മെർജ് ചെയ്യാൻ പോവാം. നിങ്ങൾ ഇത്രയും നാളും നമ്മളാണ് ഫുൾ 100% ഓണർഷിപ്പ്. ഞാൻ ഒരാൾ മാത്രമാണ് 100% ഓണർഷിപ്പ്. ഇത് പ്രൈവറ്റ് ഇക്വിറ്റിക്ക് 10% പ്രൈവറ്റ് ഇക്വിറ്റിക്ക് പോവാണ്. വാല്യുവേഷൻ ചെയ്തു. ഒരു 6 മാസമായിട്ട് അതിന്റെ പ്രോസസ് എല്ലാം നടക്കുകയാണ്. ഡ്യൂ ഡിലിജൻസും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വാല്യുവേഷൻ ഇപ്പോൾ ഞങ്ങളുടെ ടോട്ടൽ കമ്പനി 1500 കോടിയാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഞങ്ങളുടെ ഡെൻകെയർ മാത്രം ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുള്ളൂ. മറ്റേ R&D കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അത് നെസ് മെഡി കോർപ്പ് എന്ന് പറഞ്ഞാണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഒരിക്കലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ശരിയായിട്ട് ഡെവലപ്പ് ചെയ്ത് എൻ്റെ ഒരു മോൻ അതിനകത്ത് അതവൻ വന്നു. എനിക്ക് 4 മക്കളാണ്. മൂത്തവൻ ഡെൻറ്റിസ്റ്റാണ്. അവൻ UK ജോലി ചെയ്യുകയാണ്. UK ഞങ്ങൾക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടല്ലോ. രണ്ടാമത്തെ മോൻ അതിൻ്റെ ഇൻചാർജാണ് ഇപ്പോൾ അവൻ. മറ്റേ 4 ആൺമക്കളാണ്. രണ്ടാമത്തവനാണ് ഇപ്പോൾ ഇവിടെ വന്ന് എനിക്ക് പകരക്കാരനായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ അവന് മനസ്സിൽ കണ്ടിരിക്കുന്നത്. അവനാണ് ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം. അതെ. മൂന്നാമത്തെ ആൾ മറ്റേ ഓസ്ട്രേലിയയിൽ ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുകയാണ്. 4മത്തവൻ അവൻ +2 പഠിക്കുകയാണ്. അവനും ഡെന്റിസ്റ്റ് ആകാൻ പോകാനൊക്കെയാണ് ആഗ്രഹം. ഞാൻ ഇവരോട് ആരോടും ഒരിക്കലും ഡെന്റിസ്റ്റ് ആവണമെന്നോ എന്തിനു പഠിക്കണമെന്ന് പറയില്ല. അതെൻ്റെ ജീവിതത്തിലെ തീരുമാനമാണ്. നമുക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പില്ല. ഇല്ല. പക്ഷെ ഭരണ സംവിധാനം LSG ഇവര് പല ഹെൽത്തുകാര് ഫയർ പല പ്രശ്നങ്ങൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നം എപ്പോഴെങ്കിലും അവരുടെ ഒരു ബുദ്ധിമുട്ട് സർക്കാരിന്റെ ഭാഗത്ത് പലരും പറയുന്നു എനിക്ക് പ്രശ്നം വന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ആദ്യത്തെ കാസ്റ്റിംഗ് മെഷീൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളാണ്. 7,70,000 രൂപ കൊടുത്ത് കാസ്റ്റിംഗ് മെഷീൻ മേടിച്ചു. 200% ആയിരുന്നല്ലോ ഇമ്പോർട്ട് ഡ്യൂട്ടി. 15% ആ കാലത്ത് സർക്കാർ സബ്സിഡി തരുമായിരുന്നു. ആ സബ്സിഡി മേടിക്കാൻ വേണ്ടി 14 പ്രാവശ്യം ഞാൻ ഇവിടെ എറണാകുളത്ത് ഇൻഡസ്ട്രിയൽ ഓഫീസിൽ വന്നു. അന്ന് ഞാൻ ഉപേക്ഷിച്ചു സബ്സിഡി പരിപാടിയെല്ലാം. വേണ്ടാന്ന് വെച്ച് കിട്ടിയില്ല. അവർ പറഞ്ഞു ഈ മെഷീൻ ഇത്രയും വിലയില്ല. അവർക്കറിയില്ല ഈ കാര്യത്തെ പറ്റി. ഇതെന്തോ തട്ടിപ്പ് നടത്തിയെന്ന് അവർ വിചാരിക്കണേ. സത്യത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് നേരെ ഡയറക്റ്റ് ജർമ്മനിക്ക് DD പോയതാണ്. അതിനകത്ത് എന്തോ തട്ടിപ്പ് ചെയ്യാനാ. പക്ഷെ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അതെനിക്ക് കിട്ടിയില്ല. മലയാളിയുടെ ഒരു വർക്കറിന്റെ ഗുണവും ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും. എന്താണ് തോന്നിയിരിക്കണത്? എന്റെ സാറേ, മലയാളിയുടെ ഗുണം അല്ല ദോഷം സാറ് എന്തോരം നേരോട് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. ഉള്ള സത്യം പറയണേ എന്ന് പറഞ്ഞാൽ മലയാളി അത്ര ഡെഡിക്കേറ്റഡ് ആണ്. നമ്മൾ അവരെ ബോസ് കളിക്കാൻ പോകരുത്, ബോസ് കളിക്കാൻ പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ബോസ്. പക്ഷേ എൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ? ഞാൻ ഒരാൾ വിചാരിച്ചാൽ എത്ര പല്ലുണ്ടാക്കും മാഡം? ഒരു ദിവസം 2 3 വേണം.
എനിക്ക് 5000 കൂടുതൽ പല്ലുണ്ടാക്കണം, വിവിധ ടൈപ്പ് പല്ലുകൾ. അവരില്ലാതെ എനിക്ക് വളരാൻ പറ്റുമോ? സാറെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണേന്ന് പറ്റുമോ? കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ ഒരു കഴിവ് ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് അവരില്ലാതെ ഒരിക്കലും എനിക്ക് വളരാൻ കഴിയില്ല എന്നുള്ള എൻ്റെ മനസ്സിൽ രൂഢമൂലമായ ചിന്ത. ഞാനതുകൊണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവരാണ് എന്നെ വലുതാക്കുന്നത്, ഞാൻ ഹൃദയാത്മന സമ്മതിക്കുന്നു. ഞാനുള്ളതുകൊണ്ടല്ല അവർ ജീവിക്കുന്നത്, അത് എനിക്ക് ഒരിക്കലും ചിന്ത വരാൻ പാടില്ല. എൻ്റെ മനസ്സിലെ ചിന്ത ഏതാ, ഞാൻ സ്ഥാപനം തുടങ്ങി അതുകൊണ്ട് ഇത്രയും പേർക്ക് ജോലി കൊടുത്തല്ലോ, അങ്ങനെ ചിന്തയില്ല എനിക്ക്. അവരെൻ്റെ കൂടെ കൂടി എനിക്ക് സഹായിച്ചുകൊണ്ടല്ലേ ഞാൻ ഇത്രയും പല്ലുണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവരെ എല്ലാവരെയും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാവർക്കും, ഇപ്പം ഞാനൊരു ചായ, ഉദാഹരണം പറഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ എനിക്ക് എന്ത് ചെയ്യണം, താഴെ ക്യാൻറ്റീനിൽ പോകണമെന്ന് ഇരിക്കട്ടെ, എനിക്ക് പ്രത്യേകം ക്യൂ ഒന്നുമില്ല, എനിക്ക് പ്രത്യേക സ്ഥലത്ത് അവിടെ എടുത്ത് വെച്ചിട്ടുമില്ല. ആ ക്യൂവിൻ്റെ പുറകിൽ പോയി നിന്ന് ഞാനും ചായ കുടിക്കണം. ഞാൻ ചായ കുടിക്കണമെങ്കിൽ ഗ്ലാസ്സെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ചായ കുടിച്ച ഗ്ലാസ് ഞാൻ അത് എന്ത് ചെയ്യണം, ഞാനും കഴുകി അവിടെ കമത്തി വെക്കണം. പിന്നെ സോപ്പിട്ട് കഴുകാൻ ആൾക്കാരുണ്ട്. ഭക്ഷണം കഴിക്കാൻ അവിടെ ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീൻ കഴിക്കാൻ പോകണമെങ്കിൽ പ്ലേറ്റ് ഞാൻ തന്നെ ഭക്ഷണം വിളമ്പി എടുത്ത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് അത് വൃത്തിയായിട്ട് കഴുകി അവിടെ വയ്ക്കണം. ആർക്കും വന്ന്, ഡോക്ടേഴ്സുണ്ട് 30 പേര്, പക്ഷെ ആർക്കും വന്ന് ക്യൂ തെറ്റിച്ച് കയറാൻ പാടില്ല. എല്ലാം ഒരു തുല്യത പോലെ. എന്നുവെച്ചാൽ വിദേശ രാജ്യങ്ങൾ, നമ്മുടെ നാട്ടിലേ ഉള്ളൂ GM-നും PU-നും ഒരുമിച്ചിരിക്കാൻ പറ്റില്ലാത്ത. എന്നെ പ്രത്യേകത, എൻ്റെ മനസ്സിൽ ചിന്തയെന്ന് പറയും, സാറിന് ഇപ്പോൾ ഇവിടെ ജോലിയുണ്ട്, നാളെ ജോലി പോകില്ലെന്ന് പറയാൻ പറ്റും. എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് ബിസിനസ് പോകില്ലെന്ന് പറയാം, എനിക്ക് എൻ്റെ ബിസിനസ് പൊളിയില്ലെന്ന് പറയാൻ പറ്റും. ഞാൻ ദുരിതം കണ്ടയാളാ. ആ കാര്യത്തിലെത്തി ഞാൻ പറയുകയാണെങ്കിൽ മാളിക മുകളിലിരിക്കുന്ന മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടങ്ങ് ഇരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. ദൈവത്തിൻ്റെ വരണോണ്ട് ഞാനിങ്ങനെയായി. ഞാൻ വലിയ അധ്വാനിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ തക്ക സമയത്ത് വിത്ത് വിതച്ചു, ഇങ്ങനെയൊക്കെ പറയാൻ പാകത്തിന് വലിയ അഹങ്കാരത്തോട് പറഞ്ഞ മനുഷ്യരുണ്ട്. ഞാൻ പറയട്ടോ, സാറ് ഇപ്പം ഞാൻ 2 ഷിഫ്റ്റ് ജോലി ചെയ്തല്ലേ ഉള്ളൂ. വേറെ എന്നെ ഞാൻ ചെയ്തേ? ഞാൻ 2 ഷിഫ്റ്റ് ജോലി ചെയ്താൽ, അന്നത്തെ കാലത്ത് എനിക്ക് എൻ്റെ യജമാനന് 750 രൂപ ശമ്പളം തന്നെ. അവസാനത്തെ ശമ്പളം 750 രൂപ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്. ഞാൻ 24 മണിക്കൂർ കൂടെ ചെയ്യാൻ പറ്റൂല എനിക്ക്. ഞാൻ 2 ഷിഫ്റ്റ് പണിയാണെങ്കിൽ എനിക്ക് 1500 രൂപയിലേക്ക് കിട്ടാൻ വകുപ്പുള്ളൂ. അല്ല, അന്ന് ഞാൻ പോരുന്നതിന് മുമ്പ് ഒരാളെ, ഞാൻ 1 വർഷം മുമ്പ് എൻ്റെ യജമാനന് ഒരിക്കലും സങ്കടം വരുന്നുള്ള ചിന്തയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ 1 വർഷം മുമ്പ് ഒരാളെ എടുക്കാൻ പറഞ്ഞു. ആളെ എടുപ്പിച്ചു, ഞാൻ തന്നെ മുൻകൈ എടുത്ത് എടുപ്പിച്ചു. എല്ലാ ജോലിയും ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ ആവശ്യമുള്ള ഡെഞ്ചർ സെറ്റ് ചെയ്യുക, ടെമ്പററി പല്ലുണ്ടാക്കുക, മോഡൽ പോർ ചെയ്യുക, ഇംപ്രഷൻ മിക്സ് ചെയ്യുക, ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുക, എല്ലാം പഠിപ്പിച്ചു. ആ മനുഷ്യൻ 23 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 12,000 റുപ്പീസേ സാലറി ഉള്ളൂ. ചിന്തിച്ചു നോക്കി സാറ്. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ 2 ഷിഫ്റ്റ് പണിയാണെങ്കിൽ 25,000 രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട്. ഇനി രാത്രി മുഴുവൻ ഉറക്കളിച്ച് പണിയാണെങ്കിൽ ഒരു 40,000 രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട് എനിക്കിന്നോ ദൈവം എല്ലാം തന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനം. എന്തിനകത്താണ് ഞെളിയാനും പുകഴാനും ഉള്ളത്? അതുകൊണ്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അവരെ എല്ലാം റെസ്പെക്ട് ചെയ്യുന്നു. അവർ വലിയ സ്നേഹമാണ്. എന്നെ കാണുന്നത് തന്നെ വലിയ പറഞ്ഞു വരാം. ക്വാളിറ്റി അവരെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിലെ ആളുകൾ ഒരു കാര്യം അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ പറയില്ല. ആരും ഒരു 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 ചതിക്കില്ലാത്ത ആൾക്കാരോടൊന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അത് ലോകത്ത് എവിടെ പോയാലും ഉണ്ടല്ലോ. പക്ഷേ മജോറിറ്റി ഞാൻ കണ്ടുവരുന്ന ആളുകൾ, നമ്മുടെ ആളുകൾ ആ ഒരു കാര്യം അങ്ങ് വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അവരിൽ നമുക്ക് ആ വിശ്വാസം അർപ്പിച്ചങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്വന്തം പോലെ നോക്കി നടത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഇപ്പോൾ നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും, വിദേശത്ത് ഞാൻ അവിടുന്ന് ഒരു ഒറ്റ എംപ്ലോയിനെ എടുത്തിട്ടില്ല. ന്യൂസിലൻഡിൽ ഇവിടുന്ന് ആളുകൾ വിട്ടേക്കുകയാണ്. ഇവിടുന്ന് മലയാളികൾ എടുത്ത് അവർക്ക് വിസ എടുത്ത് അവിടെ വിട്ടേക്കണേ. USA ആൾക്കാർ ഇവിടുന്നാണ് വിട്ടേക്കുന്നത്. UAE ആൾക്കാർ 23 പേര്, 20 കൂടുതൽ ആളുകളുണ്ട്. അവർ ഇവിടുന്ന് എടുത്താണ് വിട്ടേക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ UK ഇവിടുന്നാണ് വിസ കൊടുത്ത് ആളുകളെ വിട്ടേക്കുന്നത്. അല്ല, പെർമനന്റ് വിസ പതിയെ ആക്കിയെടുത്തു. അത് അവിടെ ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അവർ നാളെ മാറിപ്പോകണം. അവർ പോയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, അവർ പോവില്ല. അവരങ്ങനെ നന്ദിയിട്ട് നിന്നേട് കാണിക്കില്ല. പക്ഷെ അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കും. നമ്മൾ ഇവിടുന്ന് വിട്ടേന്നും പറഞ്ഞ് നിയമപ്രകാരം ഒരു എംപ്ലോയിക്ക് എന്ത് കിട്ടണോ അത് കൊടുക്കാൻ ഏതൊരു ഒരു ഓൺട്രപ്രണറും തയ്യാറായിരിക്കണം. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏത് എംപ്ലോയിയും, ഞങ്ങൾക്ക് കോൺട്രാക്ട് എംപ്ലോയീസ് ഇല്ല, പെർമനന്റ് എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. ESI, PF, ഗ്രാറ്റുവിറ്റി, ബോണസ്, പിന്നെ എന്താണ്, അങ്ങനെയുള്ള എല്ലാം കൃത്യമായിട്ട് കൊടുക്കും. എല്ലാം ഇന്ന് വരെ ഒരിക്കലും കൊടുക്കേണ്ടതില്ല. ഞാൻ ചോദിക്കട്ടോ, ഞാനൊരു എംപ്ലോയി ആണെങ്കിലോ ഞാൻ അങ്ങനെ ചിന്തിക്കും,
എൻ്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ, സാറിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും. കാരണം അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണ്ടേ. 9 മണിക്കൂർ, ആ 9 മണിക്കൂർ 1 മിനിറ്റ് അവിടെ നിൽക്കാൻ പാടില്ല. നിന്നാൽ മിനിമം അരമണിക്കൂർ ജോലി ചെയ്ത് എന്ത് എടുത്തോളണം, എക്സ്ട്രാ പൈസ കൊടുത്തോളണം. ഇപ്പോൾ SAP കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ അവന് കുറച്ച് നേരത്തെ വന്നൊന്നും അകത്ത് കയറാൻ പറ്റില്ല. അത് കയറിയാൽ അവൻ്റെ പഞ്ചിങ് ആവില്ല. അവൻ ലേറ്റായി പോയി കഴിഞ്ഞാലും അവൻ്റെ പഞ്ചിങ് ആവില്ല. പിന്നെ നാഷണൽ ഹോളിഡേയ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫെസ്റ്റിവൽസ്, അതെല്ലാം ഇരട്ടി പൈസയും ഒരു അവധിയും കൊടുക്കണം. അങ്ങനെയാണ് റൂള്. അതങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ കൊടുത്താൽ പോകണം. നാളെ വരെ അങ്ങനെ കൊടുക്കാണ്ടിരുന്നില്ല ഒരാൾക്ക് പോലും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഞാൻ വഴക്കൊക്കെ പറയുമായിരുന്നു, ഒരിക്കലും ഒരു എംപ്ലോയിന്, ആരും താഴെയുള്ള ഒരു എംപ്ലോയിന് വഴക്ക് പറയാൻ പാടില്ല. വഴക്ക് പറയാം, പരസ്യമായിട്ട് വഴക്ക് പറയാൻ പാടില്ല, വേറെ ആൾ കേൾക്കാൻ പാടില്ല. പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്യണോ, സകലമായ ആളുകളും കേൾക്കുകയും ചെയ്യണം, കൈയടിപ്പിക്കുകയും ചെയ്യണം. ഇതൊക്കെ വരുമ്പോൾ ഒരു സൗഹൃദ അന്തരീക്ഷമാണ് എല്ലാവരുമായിട്ട് സ്നേഹം. മലയാളിയെ സംബന്ധിച്ച് മലയാളി ഒരു കാര്യം കണ്ണുമടച്ച് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അവർ സ്വന്തം പോലെ നോക്കിക്കൊള്ളും. അവർക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടണം, അവർക്ക് അതിൻ്റെ ഇൻക്രിമെൻ്റ് സമയത്ത് കൊടുക്കും, അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ടതായ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അവരും നമ്മളോടൊപ്പം വളരുകയാണെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടാകണം. സാലറി ആനുവൽ എത്രയാണ് നമ്മുടെ ഒരു ഇൻക്രിമെന്റ്? സാധാരണഗതിയിൽ 10% ആണ്. പിന്നെ എംപ്ലോയീസ് അവിടെ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബേസിക് എന്താണ് ക്വാളിഫിക്കേഷൻസ്? പല ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ട്. ഇപ്പോൾ കാറ്റ് ക്യാമ്പ് ഡിസൈനേഴ്സ് ആണെങ്കിൽ അവർ ബിടെക് കഴിഞ്ഞ് ധാരാളം പേരുണ്ട്. പിന്നെ ഈ ആനിമേഷൻ കോഴ്സ് അതൊക്കെ കഴിഞ്ഞവരുണ്ട്. കമ്പ്യൂട്ടറിൽ പരിചയമുള്ളവർക്ക് ക്യാറ്റ് ഡിസൈൻ നല്ല അവസരങ്ങളുണ്ട്. പിന്നെ സാധാരണ ഒരു പല്ലുണ്ടാക്കണ എംപ്ലോയിക്ക് ബ്രഷ് വെച്ച്, ഞാൻ എല്ലാ ദിവസവും പല്ല് ബ്രഷ് വെച്ച് ചെയ്യണയാളാണ്. മറ്റേ ഒരു ബ്രഷ് ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള, പോസിലിൻ ബ്രഷ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ബേസിക് ക്വാളിഫിക്കേഷൻ 12th പാസ്സാവണമെന്നാണ്. 10ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ആ ഒരു മനസ്സിൽ ആ ഉത്സാഹം ഉണ്ടെങ്കിൽ. ഇതെല്ലാം ഒരു ആർട്ട് വർക്ക് ആയതുകൊണ്ട് അതെല്ലാം ഇരുന്ന് കൃത്യതയോടെ ചെയ്താൽ ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പല്ലുണ്ടാക്കി വരുന്നതിന് 30 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഒരു പല്ലുണ്ടായി വരുന്നത്. ഒരു ദിവസം വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു മോഡൽ പോറിങ് മുതൽ ഓരോന്നോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാസ്റ്റിംഗ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ഉണ്ട്, വാക്സിംഗ് ഉണ്ട്, മെറ്റൽ ഗ്രൈൻഡിങ് ഉണ്ട്, മെറ്റൽ മൈക്രോബാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, മെറ്റൽ ഫിനിഷിംഗ് ഉണ്ട്, ഒപ്പേക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊക്കെ ബ്രഷ് കൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ലെയറിങ്, ലെയർ ബൈ ലെയർ ആയിട്ട് സെറാമിക് ലെയർ ചെയ്യുന്നു. ആദ്യം ഒരു ബേസ് ലെയർ ചെയ്യുന്നു, സെർവിക്കൽ പാർട്ടിൽ മാത്രം ഒരു ലെയർ ചെയ്യുന്നു, പിന്നെ ഡെൻറ്റിൻ മുഴുവൻ കംപ്ലീറ്റ് കവർ ചെയ്ത് വയ്ക്കുന്നു, പിന്നെ അതിൻ്റെ പുറത്ത് ഇനാമിൽ വയ്ക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ക്യാരക്ടറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം. ഇപ്പോൾ ഒരു പല്ല് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ നോക്കുമ്പോൾ, ഒരു ലേമൻ നോക്കുമ്പോൾ ഒരിക്കലും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ പല്ല് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ കളറുണ്ട്, എവിടെയാണ് ട്രാൻസ്ലൂസൻസി, എവിടെയാണ് ബ്ലൂയിഷ്നെസ്, എവിടെയാണ് ഓറഞ്ച് ഷെയ്ഡ് ഉള്ളത്, എവിടെയാണ് യെല്ലോയിഷ് കൂടുതലുള്ളത്, എവിടെയാണ് ഏത് സ്റ്റെയിനായിട്ട് കൊടുക്കേണ്ടത്, അതെല്ലാം ഞങ്ങൾക്ക് നാളുകൾ കൊണ്ട് പരിചയമുണ്ട്. അത് ആർക്കും പരിചയം കിട്ടും. നമ്മുടെ ഫ്യൂച്ചർ എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടോ, വേറെ മേഖലകളിലേക്ക് കിടക്കാൻ ഉദ്ദേശിക്കുന്നത്? ഡൈവേഴ്സിഫിക്കേഷൻ സാറേ എനിക്ക് ചില അബദ്ധങ്ങൾ പറ്റിയ ആളാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ വിചാരിച്ചു, ഈ ഒരുപക്ഷെ ബാലിശം തോന്നും, ഒരു ഫാം നടത്തണം. എനിക്കവിടെ പോകാനോ നോക്കാൻ വേണ്ടി എല്ലാവരെങ്കിലും വെച്ച് ഫാമൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. ഒരു 150 പശുവിനെയൊക്കെ സംഘടിപ്പിച്ചു. നല്ല പശുക്കളെ മറ്റേ ഒരു 25 ഏക്കർ സ്ഥലത്ത്, ഒരു പാടത്തോട് ചേർന്ന് ഒരു നല്ല സ്ഥലം. അവിടെ അതിനെല്ലാം സംവിധാനം ചെയ്തു. കുറേ ആട്, അതുപോലെ കുറേ അധികം കോഴി, അങ്ങനെയുള്ളതെല്ലാം. എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഇവിടെ ഞങ്ങൾക്കത് ഉപയോഗിക്കാം. പാൽ എന്തോരം വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ, എനിക്ക് തോന്നണേ ശരിയാണെന്ന് അറിയില്ല, 500 ലിറ്ററെങ്കിലും മിനിമം വേണം. ഈ എംപ്ലോയീസിനെല്ലാം 2 നേരം ചായ കൊടുക്കണം. അവർക്ക് 2 നേരം മറ്റേ എന്തെങ്കിലും സ്നാക്സ് കൊടുക്കും. പിന്നെ മോരുകറി എല്ലാ ദിവസവും ഉണ്ടാക്കും. അപ്പോൾ തൈര് അങ്ങനെയൊക്കെ അതിന് വേണം. അപ്പോൾ കൂടാതെ കുറേ അധികം സ്ഥലമുള്ളതുകൊണ്ട് ഈ ചാണകമൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാൻ പ്ലാൻ ചെയ്തു. ഒരു 3 കൊല്ലം നടത്തി. ഏതാണ്ട് മാസം 1.5 ലക്ഷം രൂപ വെച്ച് പോയി. എന്തോരം ആയോ അത്രയും രൂപ കളഞ്ഞു. വെറുതെ പോയി. എല്ലാം നല്ല പുല്ല്, ഒരു സാധനം പുറത്തുനിന്ന് മേടിച്ചൊന്നും കൊടുക്കില്ല. എനിക്ക് അങ്ങനെ ഒരു എത്തിക്സ് ഉള്ളത് കൊണ്ട് അങ്ങനെ പശു കച്ചവടം നടത്തി, ഫാം നടത്തി മുതലാക്കാൻ പറ്റില്ല, നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പാലിന് വില കൂടണം. നമുക്ക് കിട്ടുന്ന പല പാല് തന്നെയാണോ? വിറ്റൊന്നുമില്ല. പശുവിനെല്ലാം വിറ്റു. സ്ഥലം അവിടെ തന്നെ കിടപ്പുണ്ട്.
ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രം കുറച്ച് പശുക്കൾ, വീട്ടിലെ ആവശ്യത്തിന് മാത്രം 2-3 പശുക്കളൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യുന്നു. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പം ഈ സംരംഭക വർഷം അങ്ങനെ സംരംഭകർക്ക് ഒരുപാട് പ്രോത്സാഹനം ഉണ്ട്. കൊടുക്കുന്നുണ്ടല്ലോ, അത്തരത്തിൽ എന്തെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സോ കിട്ടുന്നുണ്ടോ? ഞങ്ങൾ ഈ സ്മോൾ സ്കെയിലിൻ്റെ നിന്ന് മാറിയല്ലോ, ഞങ്ങൾ ലാർജ് സ്കെയിലിലേക്ക് വന്നല്ലോ. അതുകൊണ്ട് ആ രീതിയിലുള്ള പല ഇപ്പോൾ തുടങ്ങുന്ന പുതിയ സംരംഭകർക്കും ഞാൻ സത്യം ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജീവ് മിനിസ്റ്റർ ഒരു നല്ല സമർത്ഥനായ മനുഷ്യനാണ്. അദ്ദേഹം ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും ഞാൻ പറയണേ, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലോഹിയാണ്. ഞാനൊരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ആ കാര്യം ഏത് കാര്യത്തിനകത്തും അദ്ദേഹം ഒരു പരിഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങൾ ഒന്നോടെ മനസ്സിലാക്കി ചെയ്യുന്ന മനുഷ്യനാണ് എൻ്റെ അഭിപ്രായത്തിൽ. തന്നെയല്ല, ഇപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്. അതെല്ലാം മറ്റേ ഈ സബ്സിഡി കിട്ടുന്ന കാര്യങ്ങളെല്ലാം പലരും അത് പ്രയോജനപ്പെടുന്നില്ല. ഡെൻ്റൽ ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് പോലും വലിയൊരു എമൗണ്ട് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ പല വ്യവസായങ്ങളും തുടങ്ങാൻ ഇന്ന് ധാരാളം സബ്സിഡികളും അവസരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ വേണ്ടതിൽ ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടാനായിട്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ആ പരിധിക്ക് അപ്പുറത്തായി പോയി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ബെനിഫിറ്റ് ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ഞങ്ങളുടെ എക്സ്പാൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ 2030 മുമ്പ് 30 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് തുടങ്ങണം, യൂണിറ്റുകൾ തുടങ്ങണം, ചെറിയ യൂണിറ്റുകൾ ഇന്ത്യയിൽ, സാറ്റലൈറ്റ് യൂണിറ്റുകൾ. ഇപ്പോൾ 6 ഉണ്ട്, ഇപ്പോൾ 24 കൂടെ 2030 മുമ്പ് തുടങ്ങണം. അതാണ് നമ്മുടെ ഒരു പ്ലാൻ. സാറ്റലൈറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് മുടക്കിയല്ല, എല്ലാ പ്രോഡക്റ്റ്സും അവിടെ ചെയ്യുന്നില്ല. ഒരു 10 പ്രോഡക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏറ്റവും മൂവിങ് മീൻസ് പെട്ടെന്ന് കൊടുക്കേണ്ടതായിട്ടുള്ള. ഇപ്പോൾ പേഷ്യൻ്റ് നാളെ വിദേശത്ത് പോകണം, ഇന്ന് വന്നേച്ച് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പോകണമെന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടുന്ന് മൂവാറ്റുപുഴ വരെ അയച്ച് ഇവിടെ തന്നേച്ച് ചെയ്തു വരുമ്പോഴത്തേക്കും സമയമെടുക്കും. 1. 2, ചിലപ്പോൾ ചില കളറ് ചെറിയ വേരിയേഷൻ, 40-45 കളറുകളുണ്ട്. ആ കളറിൽ ചെറിയ വേരിയേഷൻ വന്നാൽ തിരിച്ചിപ്പോൾ ഇൻഡോറിലുള്ളൊരു പേഷ്യൻറ്റിന് അവിടുന്ന് തിരിച്ചു ഇവിടെ അയച്ചു കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കൊൽക്കത്തയിലൊരു പേഷ്യൻറ്റ്, ആസാമിലുള്ളൊരു പേഷ്യൻറ്റിന്, ഞങ്ങൾക്ക് ആസാമിൽ യൂണിറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ജമ്മുവിലുള്ളൊരു പേഷ്യൻറ്റ്, അത് അവിടുന്ന് ഇവിടെ മോഡൽ വന്ന് രണ്ടാമത് ആ മൈന്യൂട്ട് കറക്ഷനുമായിട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സിന് അതൊരു അസൗകര്യം ഉണ്ടാക്കും. പേഷ്യൻറ്റ് പിന്നെ രണ്ടാമത് വരണം. മറ്റേതെന്ന് വെച്ചാൽ അതാത് സ്ഥലങ്ങളിൽ ആ യൂണിറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ കളറൊന്ന് കറക്റ്റ് ചെയ്യാൻ 2 hours പേഷ്യൻറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. അതുകൊണ്ട് ഒരു കാര്യം, അത് 2 ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തടസ്സം ഇവിടെ നേരിട്ടു, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഞങ്ങൾ ബന്ധുവിന് ഞങ്ങൾ ഇന്ന് വരെ അടച്ചിട്ടില്ല. ബന്ധു വന്ന് ഈ 37 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും ഞങ്ങൾക്ക് അടയ്ക്കേണ്ട വന്നിട്ടില്ല. ബന്ധും പരിപാടിയൊക്കെ ഹർത്താലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുവരെ എന്തുകൊണ്ടോ ഒരിക്കൽ കുറേ പേര് വന്ന് ഒരുമിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ഞങ്ങളുടെ സെക്യൂരിറ്റിയുടെ PR ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തോ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് ചെന്നു. വേഗം എന്നിട്ട് അയാളോടെയും വേഗം കയറിപ്പാൻ പറഞ്ഞു. അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കണേ, അപ്പോഴത്തേക്കും എൻ്റെ പോലീസ് ഓടി വന്നേക്കുക. ആരോ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പോലീസിനോട് പറഞ്ഞു, നിങ്ങൾ ഇടേണ്ട കാര്യത്തിനകത്ത് ഞാൻ തീർക്കാവുന്ന കാര്യമുള്ളൂ. പോലീസിനോട് പറഞ്ഞു വരണ്ട. ജീപ്പായിട്ട് പോലീസ് വന്നു. അവിടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കും. ഞാൻ അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് വരും, ഞാനുള്ള സത്യം ഉള്ളതുപോലെ പറയാം. ഇപ്പോൾ നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാളുടെ ഓപ്പറേഷൻ ചെയ്തു വെച്ചു, ഓപ്പറേഷൻ ചെയ്തു പോയി, സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല, സ്റ്റിച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഹർത്താൽ പ്രഖ്യാപിച്ചു, സ്റ്റിച്ച് ചെയ്യാതിരിപ്പിക്കുമോ? സാധാരണ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് ഈ പേഷ്യൻ്റെ പല്ല് പകുതി കട്ട് ചെയ്ത് വെച്ചു. സാധുക്കൾക്ക് അവർക്ക് പിറ്റേ ദിവസം ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ പുളിപ്പ് തുടങ്ങും. ഇതിന് ടെമ്പററി ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. നിങ്ങൾ വന്ന് കാണൂ. ഞങ്ങൾ ഹർത്താലിന് എതിരല്ല, ഒന്നിനും ഞങ്ങൾ എതിരല്ല, പക്ഷേ ഞങ്ങൾക്കിത് തുറക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ദയവായിട്ട് നിങ്ങൾ സഹകരിക്കണം. ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ ഹർത്താലിനും ഞങ്ങൾ തുറന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബസ്സുകളെല്ലാം ഓടിയിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഒരു കല്ലെന്ന് എറിഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഓർമ്മയിൽ എങ്ങനെ കല്ലെറിഞ്ഞായിട്ടോ ഒന്നും ഇല്ല, പൊട്ടിപ്പോയതൊന്നുമായിട്ടും ഇല്ല. ചിലപ്പോൾ ആരെങ്കിലും ഒരു കുസൃതിക്കാരൻ ഒരാൾ എറിഞ്ഞാലും മതിയല്ലോ. ഹർത്താൽ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി ആവണമെന്നില്ല, വേറെ ആരെങ്കിലും ഒന്ന് എറിഞ്ഞാലും മതിയല്ലോ. പക്ഷേ സാധാരണ ഇതിൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ എക്സ്പാൻഷൻ പ്ലാൻ. എനിക്ക് എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം, പരമാവധി ആളുകൾക്ക് ജോലി കൊടുക്കണം. ഞാൻ ജോലിക്ക് പറഞ്ഞ മനുഷ്യനായതുകൊണ്ട് അതെൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. നിലവിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് സാറ്റലൈറ്റ് സെന്റർ? ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലുണ്ട്, മുംബൈയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്, ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ ഓടിപ്പോകുന്നു. അവിടെ എല്ലാം മലയാളികളുണ്ട്. ഒരു ഫാമിലി മലയാളികൾ വിട്ടിരിക്കുകയാണ്. കാരണം മലയാളികൾ അത്ര നല്ലവരായതുകൊണ്ടാണ്. അല്ല,
അതാത് നാട്ടിൽ നിന്നുള്ള ആളുകൾ, പക്ഷെ ഹെഡ് ചെയ്തത് ഇപ്പോഴും മലയാളിയാണ്. അതിനുള്ള ഡെഡിക്കേഷനുള്ള ഇപ്പോൾ ഒരു കുര്യാക്കോസും ഹെൽനിയാണ് അവിടുത്തെ നോക്കണത്, വേറൊരു ബാബുവും ജിനിയാണ് ഹൈദരാബാദ് നോക്കണത്, വേറൊരു വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു ബഷീറാണ് ബാംഗ്ലൂർ നോക്കുന്നത്, ബഷീർ. പിന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ആളുകളുണ്ട്. ഒരു ഗോവിന്ദൻ ഇവിടെ വന്നയാൾ, ഗോവിന്ദൻ ഒരു പൂജാരിയുടെ മോനാണ്. അദ്ദേഹമാണ് ഇവിടെ ഒരു 12 വർഷം വന്ന, എനിക്ക് അദ്ദേഹത്തിന് കാര്യം പറയുമ്പോൾ എനിക്ക് അത്ര എന്നോട് ജീവനാണ്. അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കുന്നത്. കൊൽക്കത്ത അയ്യോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ജീവനാണ് അദ്ദേഹത്തിന്. ഉണ്ട്, എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിട്ടുണ്ട്. ഫാദറിന് 85 വയസ്സായി, അമ്മയ്ക്ക് 83 വയസ്സായി. എൻ്റെ കൂടെ അല്ല, അനിയൻ്റെ കൂടെ. ഞങ്ങൾ 3 ആണുങ്ങളാണ്, 3 മക്കൾ. ഇളയാളുടെ കൂടെ ആണല്ലോ അപ്പനും അമ്മയും നിൽക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മൂവാറ്റുപുഴ പരിസര പ്രദേശത്ത് എല്ലാം ഉണ്ട്, അവരെല്ലാം ഉണ്ട്. ഞാൻ തുടങ്ങുന്ന മുതൽ അവരെൻ്റെ കൂടെ ഉണ്ട്. ഓണർഷിപ്പ് എൻ്റെ മാത്രമാണ്, 100% എൻ്റെ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല പല്ലാണ്. എന്നുവെച്ചാൽ ചിരിക്കുമ്പോൾ നമ്മൾ നോക്കി, ഇപ്പം ഞാനിങ്ങനെ വളരെ ഗൗരവമായിട്ട് ഇങ്ങനെ ഇരിക്കണം. എൻ്റെ ആണെന്നല്ല, ഗൗരവം കാണിക്കാൻ എനിക്കറിയില്ല, അറിയാം. അങ്ങനെ കാണിച്ചാൽ നിങ്ങൾ പേടിച്ചു പോകും, അത്രയും വലിയ ഗൗരവമായിരിക്കും, അത്ര ഗൗരവമായിരിക്കും. പക്ഷെ ഞാനൊന്ന് ഗൗരവമായിട്ടിരിക്കണം, അതേസമയം ഞാനൊന്ന് ഇങ്ങനെ ചിരിക്കുന്നു. ആ ചിരിക്കുമ്പോൾ തന്നെ അതിനൊരു ഇല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ അങ്ങൊന്ന് ചിരിക്കാതിരുന്നേ, ഇപ്പൊ ചിരിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങ് ചിരിച്ചു കഴിഞ്ഞാൽ ആ മുഖത്തൊരു പൂ വിരിയണ പോലെയല്ലേ. ഒരു ചെലവുമില്ലാത്ത ചില മനുഷ്യർ ചിരിക്കില്ല. ചിലർ, ഞാൻ ആരെ കണ്ടാലും ചിരിക്കും. സ്റ്റാഫൊക്കെ പോകുമ്പോൾ അവർക്ക് ഒന്ന് ചിരിച്ച് കാണിച്ചാൽ മതി. ഇല്ല, എന്റെ പല്ല് ദൈവാദിനും കൂടെ ഏറ്റവും ഒരു കുഴപ്പമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ അവരൊക്കെ പല്ലിന് വല്ലാതെ ട്രംപൊക്കെ അത് വെച്ചേക്കണതാ, മുടിയുടെയൊക്കെ സൗന്ദര്യം വല്ലാതെ നോക്കുന്നു. പക്ഷെ മലയാളികളുടെ ഒരു ഇതുണ്ട് കൺസെപ്റ്റ്, എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ എന്റെ ഡോക്ടറെ അതൊക്കെ നേരത്തെ ചിന്താഗതിയാ. അപ്പൊ നിങ്ങളുടെ ചിന്താഗതി മാറണം. ഇപ്പോഴത്തെ ചിന്താഗതി മാറി, റിയലി ചിന്താഗതി മാറി. ഞാൻ പറയുകയാണെങ്കിൽ സാറിന്റെ പല്ല് വെച്ചിട്ടില്ല, അതുമൂലം വരുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്നറിയോ? കടിച്ച് ചവച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ വരാം. ഉള്ള കാര്യം പറയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പല്ല് വെച്ചോളണം. എന്നു വെച്ച് കഴിഞ്ഞാൽ അത് ആന്തരിക അവയവങ്ങൾക്ക് എല്ലാം കുഴപ്പമാണ്. തന്നെയല്ല, ഭക്ഷണം ശരിക്കും ചവച്ചരച്ചാണ് കഴിക്കേണ്ടത് പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം കുഴപ്പം വരും. തന്നെയല്ല, ഒരു പല്ല് പറഞ്ഞു പോയി, ഒരു പല്ലങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മറ്റു പല്ലുകൾ ഇങ്ങനെ അടുത്തു വരുന്നു ആ ഗ്യാപ്പിലേക്ക്. അപ്പൊ എന്ത് വരും? ബാക്കി എല്ലാ പല്ലിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നു. അത് പിന്നീട് ഫുഡ് ഇൻഫെക്ഷൻ വരും. ഇപ്പൊ നമ്മളൊരു സദ്യക്ക് വന്നു, എവിടെയും പോയി ഒരു വെണ്ടയ്ക്ക ഇങ്ങനെ കടിക്കുന്നു, അതിൻ്റെ ഒരു നൂല് പോലെ അകത്ത് കയറിയിരിക്കുന്നു, ഒരു ചെറിയ ഭാഗം. ഇറച്ചി കഴിക്കുന്നു, മീറ്റ് കഴിക്കുന്നു, മീറ്റിന്റെ ഒരു ഭാഗം അകത്ത് കയറിയിരുന്നാൽ എന്ത് അസ്വസ്ഥതയായിരിക്കും. അപ്പൊ അതുകൊണ്ട് പല്ല് പോയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കണം. ഏറ്റവും പരമപ്രധാനമായ മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഒന്നാണ് പല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പല്ല് അത് ശരിയായിട്ട് പല്ല് വെക്കുകയും ചെയ്തില്ലെങ്കിലോ, ഞാൻ പറയാം, ഇങ്ങനെ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒറ്റ ബൈറ്റ്. നമ്മൾ നോക്കുമ്പോൾ ഈ ഒരൊറ്റ ബൈറ്റുള്ളൂ. ഇത് സെൻട്രിക് ഒക്ലൂഷൻ എന്ന് പറയും. എന്നാൽ ഇങ്ങനെ മൂവ് ചെയ്യാം, പ്രൊട്രൂസീവ് മൂവ്മെന്റ്, ഇങ്ങനെ സൈഡിലേക്ക് ബൈലാറ്ററൽ മൂവ്മെന്റ്, റൈറ്റ് ലാറ്ററൽ മൂവ്മെന്റ്, ലെഫ്റ്റ് ലാറ്ററൽ മൂവ്മെന്റ്. പലരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ 2000-ഓളം ഒരു ഡിവൈസ് ഉണ്ട്. ഒരെണ്ണത്തിന് 66,000 രൂപ വിലയാണ് ആ ഡിവൈസിന്. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതിനകത്ത് ഈ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക. നമ്മുടെ എങ്ങനെയാണോ ഈ TMJ, ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് മൂവ് ചെയ്യുന്നത്, ആ മൂവ്മെന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഈ മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യിക്കാം. അതിന്റെ പേര് ആർട്ടിക്കുലേറ്റർ എന്നാണ്. ഒരു മൗണ്ടിങ് ഒരു മെഷീനാണ്. അതിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം. നമുക്കറിയില്ല, ഇപ്പൊ ഈ പല്ലിന് ഒരല്പം ഹൈ പോയിന്റ് ആയിട്ട് ചെയ്തു വെച്ചു, അതുമൂലം തലയ്ക്ക് വേദന മാറുന്നില്ല. പല്ല് വെച്ചിട്ട് ഒന്നും ഏതാനും ദിവസം കഴിയുമ്പോൾ തലയ്ക്ക് വേദന മാറുന്നില്ല, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരെ വരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. അത്രമാത്രം ഇമ്പോർട്ടൻസ് പല്ലിനുണ്ട്. പലരുടെയും നിലതെറ്റിയിരിക്കുന്നു, പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിലീപിൻ്റെ പഴയ ഭാര്യയുടെ പേരിന് ഇതൊന്നും പോരട്ടായിരുന്നു. അല്ലല്ല, പഴയ ആൾ മഞ്ജു വാര്യർ. ഒരു പല്ല് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കിയായിരുന്നു.